ഇപ്പോൾ ചില പരിപാടികളിലൊക്കെ ചില സംഘപരിവാർ നേതാക്കൾ വന്ന് അവരുടെ മുന്നിലിരിക്കുന്ന ആളോട് ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കണമെന്ന് പറയുന്നില്ലേ? ഈ ഭാരത് മാതാ കി ജയ് മുദ്രാവാക്യം ആരാണ് ഉണ്ടാക്കിയത്? ഏതെങ്കിലും സംഘപരിവാറുകാരനാണോ? അത് സംഘപരിവാറുകാർക്ക് അറിയുമെന്നറിയില്ല. അയാളുടെ പേര് അസീമുള്ള ഖാൻ എന്നാണ്. അസീമുള്ള ഖാൻ ഈ പറയുന്ന സംഘപരിവാറിൽപ്പെട്ടയാളല്ല എന്നത് അവർക്കറിയുമെന്നറിയില്ല. ഏതായാലും 19-ാം നൂറ്റാണ്ടിൽ മറാം വംശത്തിലെ പേർഷ്യയായിരുന്ന മറാഠ വംശത്തിലെ പേർഷ്യയായിരുന്നു നാനാ സാഹേബ്. അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു ഈ പറയുന്ന അസീമുള്ള ഖാൻ. അദ്ദേഹമാണ് ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം ആവിഷ്കരിച്ചത് എന്നത് ഓർക്കണം. ഒരു മുസ്ലിമാണ് തയ്യാറാക്കിയത് എന്തുകൊണ്ട് ഇനി നാളെ ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കേണ്ടതെന്ന് അവർ വെക്കുമെന്നറിയില്ല. അതേപോലെ തന്നെ പഴയ ഒരു ഡിപ്ലോമാറ്റായിരുന്നു ആബിദ് ഹസൻ സഫ്രാനി. അദ്ദേഹമാണ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യമുണ്ടാക്കിയത്. അപ്പോൾ ജയ് ഹിന്ദും മുസ്ലിമിൻ്റെ സംഭാവനയാണ് എന്നർത്ഥം. അതുകൊണ്ട് മുസ്ലിങ്ങളെയെല്ലാം പാകിസ്ഥാനിലേക്ക് കെട്ടുകെട്ടിക്കണം, അല്ലെങ്കിൽ ഈ രാജ്യം വിട്ടു പോകണം എന്ന് ആക്രോശിക്കുന്ന സംഘപരിവാറുകാർ ഈ ചരിത്രം തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സംഘടിപ്പിക്കുന്ന സമ്മേളനങ്ങൾ മതത്തെ ഉപയോഗിച്ചുള്ള വോട്ട് പിടുത്തമോ? ഇന്നലെ മലപ്പുറത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം രാജ്യദ്രോഹവും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനവുമെന്ന് BJP. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യമന്ത്രിക്കെതിരായ പരാതി എത്തിയിട്ടുണ്ട്. രണ്ടാം കിട പൗരന്മാർ പാകിസ്ഥാനിലേക്ക് ഓടിക്കാൻ ശ്രമം, ഇങ്ങനെയുള്ള പരാമർശമാണ് പരാതിക്ക് കാരണം. അസീമുള്ള ഖാൻ എന്ന മുസ്ലിം നാമധാരിയാണ് ഭാരത് മാതാ കി ജയ് എന്ന് ആദ്യം വിളിച്ചതെന്നറിഞ്ഞാൽ BJPയും RSSും ഇനി ഈ മുദ്രാവാക്യം വിളിക്കേണ്ടെന്ന് തീരുമാനിക്കുമോ എന്ന മുഖ്യമന്ത്രിയുടെ പരിഹാസം. ഭാരത് മാതാ കി ജയ് ഇനി മുഖ്യമന്ത്രി വിളിക്കുമോ എന്ന് BJPയുടെ മറുചോദ്യം. കൊണ്ടും കൊടുത്തും തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് പോകുമ്പോൾ അപകടകരമാം വിധം മതം ഉപയോഗപ്പെടുത്തുകയാണോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. പ്രൈം ഡിബേറ്റിൽ BJP സഹയാത്രികൻ ശ്രീ TG മോഹൻദാസ്, കോൺഗ്രസ് വക്താവ് ശ്രീ നിജേഷ് അരവിന്ദ്, CPM സഹയാത്രികൻ ശ്രീ M ജയചന്ദ്രൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ നിജേഷ് അരവിന്ദ്, മലപ്പുറത്ത് മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ പ്രസംഗത്തിനെതിരെ BJP പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും പരാതി നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അവിടെ ഈ മതത്തെ ഉപയോഗിച്ചുള്ള വോട്ട് പിടുത്തം നടത്തി എന്നതാണ് BJPയുടെ പരാതി. നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇതിനോട്? അല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് ആകെ പറയുന്നത് അദ്ദേഹത്തിന്റെ ഐതിഹാസികമായ നിലപാടുകളെ പറ്റിയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ആർജവമുണ്ട് എങ്കിൽ അദ്ദേഹം പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് എന്റെ ഭരണത്തിന്റെ വിലയിരുത്തലാണ്, നിങ്ങൾക്കിത് നോക്കി വോട്ട് ചെയ്യാം എന്ന് പറയാനുള്ള ആർജവം അദ്ദേഹം കാണിച്ചാൽ നമുക്ക് കേൾക്കാം. ഇനി കോഴിക്കോട്ട് പ്രസംഗത്തിനിടയിൽ ഇതൊക്കെ പറയുമ്പോഴും അദ്ദേഹം നരേന്ദ്രമോദി എന്നോ അല്ലെങ്കിൽ അമിത്ഷാ എന്നോ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല. എന്റെ തെറ്റാണെന്ന് അറിയില്ല, മഞ്ജുഷിന് പരിശോധിക്കാം. ഇങ്ങനെയൊക്കെ ഒരു വൈകാരിക തിമിർപ്പുണ്ടാക്കുന്നതിനപ്പുറത്ത് മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രധാനപ്പെട്ട വിജ്ഞാപനത്തിനെതിരെയാണല്ലോ മുഖ്യമന്ത്രി സംസാരിച്ചത്. അതിനുവേണ്ടിയാണല്ലോ ഈ റാലികൾ, 5 റാലികൾ നടത്തുന്നത്. അതിൽ കോഴിക്കോടും കാസർഗോഡും നടത്തി, ഇപ്പോൾ മലപ്പുറത്തും നടത്തി. അതിൽ പിന്നെ നരേന്ദ്രമോദി എന്നോ അമിത്ഷാ എന്നോ ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? കേന്ദ്ര സർക്കാരിനെതിരെയാണല്ലോ ഈ റാലി സംഘടിപ്പിക്കുന്നത്. അല്ല മഞ്ജുഷ്, ഒന്ന്, കേരളത്തിന്റെ മുഖ്യമന്ത്രി അത് പറയാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിലെ മന്ത്രിസഭാ യോഗം മാറ്റിവെച്ച് പ്രധാനമന്ത്രിയെ യാത്രയാക്കാൻ പോയ ആളാണ്. 2, പൗരത്വ സമരം കൊടുമ്പിരിക്കൊണ്ട കാലത്ത് 865 കേസുകൾ കേരളത്തിലെ പൗരത്വ സമരത്തിന് എടുത്ത, അല്ലെങ്കിൽ പൗരത്വ കാലഘട്ടത്തിൽ സമരം ചെയ്തവർക്ക് എതിരെ കേസെടുത്ത മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അന്ന് പിൻവലിക്കും എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞു. പക്ഷേ അദ്ദേഹം ആകെ പിൻവലിച്ചത് 65 നിസ്സാരമായ കേസുകൾ മാത്രമാണ്. ഞാനതിന്റെ വിക്ടിമാണ്. കോഴിക്കോട്ട്
2019 ഡിസംബർ മാസം നടത്തിയ 21 നടത്തിയ പോസ്റ്റ് ഓഫീസ് മാർച്ച്, ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചിൽ അതിന്റെ ഗേറ്റ് പോയി എന്ന് പറഞ്ഞ് പോലീസ് ഞങ്ങൾക്ക് അന്ന് കോടതിയിൽ PDPP ആക്ട് പ്രകാരം അതൊരു 2000-3000 രൂപ ഫൈൻ ക്ലെയിം ചെയ്തു. ആ കേസിൽ അന്ന് അറസ്റ്റ് ചെയ്തത്, അവിടെ വെച്ച് അറസ്റ്റ് ചെയ്തത് ഞങ്ങൾ 57 പേരെയാണ്. അന്നത്തെ DC പ്രസിഡന്റ് T സിദ്ദീഖ്, KPCL സെക്രട്ടറി പ്രവീൺ കുമാർ, ഇന്നത്തെ DC PM നിയാസ്, വനിതയായ വിദ്യാ ബാലകൃഷ്ണൻ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തു. സാധാരണതയിൽ ഒരു ചെറിയ ഉന്തുതള്ളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ 4, 5 അല്ലെ 10 പേർക്കെതിരെ കേസെടുക്കും. പക്ഷേ പർപ്പസ്ഫുള്ളി വളഞ്ഞു വെച്ചുകൊണ്ട് നടക്കാവ് സ്റ്റേഷനും കസബ സ്റ്റേഷനിലും കൊണ്ടുപോയി 57 പേരെയും റിമാൻഡ് ചെയ്തു. ഞാൻ അടക്കം 4 ദിവസം ജയിലിൽ കടന്നു. അതിനുശേഷവും അദ്ദേഹം പിൻവലിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ആ 2.5 വർഷക്കാലമാണ് കോഴിക്കോട്ടെ കോടതിയിൽ, CJM കോടതിയിൽ ഞങ്ങൾ ആ കേസ് നടത്തിയത്. ഞങ്ങൾക്കെതിരെ, ഞങ്ങളെ പിടിച്ചുകൊണ്ടുപോയത് CISF അല്ല, BSF അല്ല, കേരള പോലീസാ. ഇനി ഞങ്ങൾക്കെതിരെ സാക്ഷി പറഞ്ഞത് പിണറായി വിജയന്റെ നടക്കാവസ്ഥയും CIയും ഉൾപ്പെടെയുള്ള ആളുകളാണ്. 2500 രൂപയുടെ ഗേറ്റ് പോക്കി എന്ന് പറഞ്ഞ് 57 ആളുകളെ അറസ്റ്റ് ചെയ്ത് 4 ദിവസം ജയിലിലടച്ച് 2.5 കൊല്ലക്കാലം കേസ് എടുപ്പിച്ചത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ ആത്മാർത്ഥതയുണ്ടായിരുന്നുവെങ്കിൽ ഈ കേസ് ഈ തരത്തിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ സഹകരിക്കുന്നില്ല എന്നാണ് ഇന്നലത്തെ പുസ്തകത്തിൽ പറഞ്ഞത്. കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ആർജവുമില്ല, ഒന്നിച്ചു നിൽക്കേണ്ടതായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ നിന്നു. പക്ഷെ ഇപ്പോൾ കോൺഗ്രസിന്റെ നിലപാടിനെ മുഖ്യമന്ത്രി പരിഹസിക്കുകയാണ് ചെയ്തത്. അവിടെ ഞാൻ വീണ്ടും പറയാം, ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് BJPക്കെതിരെയുള്ള തെരഞ്ഞെടുപ്പാണ്. നമ്മൾക്കറിയാം BJP ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ. അതിനുവേണ്ടി ഇന്ത്യയിലുടനീളമുള്ള BJP വിരുദ്ധരായ ആളുകളെ, മതേതരത്വ ചിന്തയുള്ള ആളുകളെ ഞങ്ങൾ കൂട്ടിപ്പിടിക്കുക. അതുകൊണ്ടാണ് ബംഗാളിലെ മുർഷിദാബാദിൽ 4ാം സ്ഥാനത്തുണ്ടായിരുന്ന BJP 12% വോട്ട് മാത്രം ഉണ്ടായിരുന്ന BJPക്ക് ഈ തവണ മത്സരിക്കാൻ കോൺഗ്രസ് സീറ്റ് വിട്ടുകൊടുക്കുന്നു. കാരണം അവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് സലീം മത്സരിക്കും എന്നുള്ളത് കൊണ്ട്. രാജസ്ഥാനിൽ ഞങ്ങൾ മത്സരിച്ച സീറ്റ് വിട്ടുകൊടുക്കുന്നു. കർണാടകയിൽ ചിക്ബല്ലാപൂർ ഞങ്ങൾ വിട്ടുകൊടുക്കുന്നു. തമിഴ്നാട്ടിലെ 2 സീറ്റ് രാഹുൽ ഗാന്ധിയാണ് അവിടെ പ്രചരണത്തിന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ ചില ആളുകൾ പറയുന്നു നമ്മുടെ ചിഹ്നം ഈനാമ്പേച്ചിയും മരപ്പെട്ടിയും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ്, അതിനുവേണ്ടി നിൽക്കുക എന്ന് പറയുന്നു. മറുഭാഗത്ത് ഇന്ത്യ രാജ്യത്ത് ഭരണമാറ്റം ഉണ്ടാവാൻ വേണ്ടി നിൽക്കണമെന്ന് യെച്ചൂരി പറയുന്നു. പിണറായി വിജയൻ മലബാറിൽ മാത്രം വന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗം പറയുന്നു. ഞങ്ങൾ ചോദിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആത്യന്തികമായ നിലപാടെന്താണ്? ഞാൻ വീണ്ടും വരുന്നു, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പൗരത്വ സമരത്തിലെടുത്ത 865 കേസുകൾ എന്തുകൊണ്ട് പിൻവലിച്ചില്ല? ഇന്നും പറഞ്ഞു അപേക്ഷ തന്നാൽ പിൻവലിക്കാം. എത്ര ആളുകൾ, എത്ര രാഷ്ട്രീയ, ഞങ്ങൾ 10 ലക്ഷത്തിലധികം രൂപ ഫൈൻ അടച്ചിട്ടുണ്ട് കോടതിയിൽ. ആകെ മുസ്ലിം ലീഗ് അടച്ചിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്ത ഈ പ്രേമം, പ്രണയം ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മാത്രം എവിടെ നിന്ന് വന്നു? ഇത് ഞങ്ങളുടെ നിലപാട്. അദ്ദേഹം പറയുന്നു രാഹുൽ ഗാന്ധി മിണ്ടിയിട്ടില്ല. ഞാൻ അദ്ദേഹത്തോട് അദ്ദേഹം പറഞ്ഞ വാചകം ഇതാണ്: ജനങ്ങൾ തെരുവിൽ പ്രതിഷേധിച്ചപ്പോൾ കോൺഗ്രസ് MPമാർ കോൺഗ്രസ് അധ്യക്ഷരുടെ വീട്ടിൽ വിരുന്നുണ്ണുകയായിരുന്നു. ഡൽഹിയിൽ പ്രതിഷേധിച്ചതിന്റെ പേരിൽ അറസ്റ്റ് വരിച്ചത് ഇടതുപക്ഷ നേതാക്കളാണ്. ഇതാണ് മലപ്പുറം പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത്. അല്ലെ, ഡൽഹി മുതൽ ഇങ്ങ് തമിഴ്നാട് വരെയുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത സമരം, രാഹുൽ ഗാന്ധി പാർലമെന്റിനകത്ത് സംസാരിച്ച വിഷയം, നിരന്തരമായി രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം, കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കന്മാരും. ഇപ്പോ മുഖ്യമന്ത്രി ചോദിച്ചു, ഇത് ചോദിച്ചതിന്റെ പിറകെ കോൺഗ്രസ് UDF MPമാർ പാർലമെന്റിൽ നടത്തിയ പ്രസംഗം അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. ഇന്ന് എല്ലാ ഡൊമൈനിലും അത് ലഭ്യവുമാണ്. അപ്പൊ കോൺഗ്രസ് പറഞ്ഞില്ല, രാഹുൽ ഗാന്ധി പറഞ്ഞില്ല എന്ന് ഒരാഖ്യാനം സൃഷ്ടിക്കാൻ തെരഞ്ഞെടുപ്പിന് വേണ്ടി കോൺഗ്രസ് ഒന്നും ചെയ്യുന്നില്ല എന്ന് ഇവിടെ പറയുകയും അതേ കോൺഗ്രസിന്റെ മുന്നണിയുടെ ഒപ്പം നിന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് മത്സരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം നിജേഷ്, ഞാൻ തുടക്കത്തിൽ ചോദിച്ച കാര്യം, BJP ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ പരാതി കൊടുത്തതിനെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? ഇത് മുസ്ലിം ജനവിഭാഗത്തെ ഭീതിയിലാഴ്ത്തുകയാണ് മുഖ്യമന്ത്രി. അങ്ങനെ ഒരു ആശങ്ക ഇവിടെ ഉണ്ടാക്കുന്നു. BJPക്കും RSSനുമെതിരെ ഒരു ആശങ്ക ഉണ്ടാക്കുന്നു, അത് പ്രചരിപ്പിക്കുന്നു. ഇത് തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ജനവിഭാഗത്തിന്റെ വോട്ട് നേടാനാണ്, ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ്, ഇത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പരാതി പോയിരിക്കുന്നത്. ഇതിനെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? മുഖ്യമന്ത്രി മതത്തെ ഉപയോഗപ്പെടുത്തുകയാണോ മലബാർ റാലികളിൽ? മഞ്ജുഷ്, ഞങ്ങൾ BJPയുടെ അജണ്ടയ്ക്ക് തല വെച്ച് കൊടുക്കുന്ന ആളുകളല്ല. പൗരത്വ നിയമത്തിനെതിരെ കോഴിക്കോട്ട്, തലശ്ശേരിയിൽ ആദ്യത്തെ റാലി നടത്തിയത് ഞങ്ങളാണ്. കേരളത്തിലുടനീളം സമരം നയിച്ചത് ഞങ്ങളാണ്. ആ സമരത്തിൽ ഞങ്ങളുടെ നിലപാട് അതാണ്. എന്നാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പുറത്തു പറയുന്ന കാര്യം ജനം വിലയിരുത്തട്ടെ. അദ്ദേഹം ചെയ്ത കാര്യങ്ങളും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അദ്ദേഹം ചെയ്യാത്ത കാര്യങ്ങളും ജനം വിലയിരുത്തട്ടെ. ശരി നിജേഷ് അരവിന്ദ്. ശ്രീ TG മോഹൻദാസ്, മലപ്പുറം പ്രസംഗത്തിൽ മുഖ്യമന്ത്രിയുടേത് എന്ത് കുഴപ്പമാണ് കാണുന്നത്? ഞാനതിലൊരു കുഴപ്പവും കാണുന്നില്ല. എനിക്കതിലൊരു കുഴപ്പവും തോന്നുന്നില്ല. അത് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും.
മലപ്പുറത്ത് പറയേണ്ടത് മലപ്പുറത്ത് പറയും, തിരുവനന്തപുരത്ത് പറയേണ്ടത് തിരുവനന്തപുരത്ത് പറയും. ഇത് തമ്മിൽ തിരിയാതെ ശ്രദ്ധിക്കും അദ്ദേഹത്തിൻ്റെ ഉപദേശകർ. ഇത് തിരുവനന്തപുരത്ത് പറയരുത് കേട്ടോ, പറഞ്ഞാൽ തിരിഞ്ഞു കടിക്കും. അപ്പോൾ പിന്നെ ഇത് മലപ്പുറം പ്രസംഗമാണ്, ഇത് പ്രത്യേക സഖാവിന് വേണ്ടി തയ്യാറാക്കിയതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യും. അതിലിപ്പോൾ ഇത്ര അത്ഭുതം എന്താ? ഒരു സെക്ഷൻ വൈസൊക്കെ ചെയ്യും. അത് ധ്രുവീകരണമാണ്. ധ്രുവീകരിച്ചാണല്ലോ ജനാധിപത്യത്തിൽ വോട്ട് പിടിക്കുന്നത്. പിണറായി വിജയനും ധ്രുവീകരിക്കുന്നു. ഞാനതിൽ തെറ്റൊന്നും കാണുന്നില്ല. ബാക്കിയൊക്കെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്, കേസ് പിൻവലിച്ചോ ഇല്ലേ എന്നൊക്കെ ഉള്ളത്. അവർ തമ്മിൽ തീരട്ടെ. ഇതിനകത്ത് പ്രകടമായ ഒരു വൈരുദ്ധ്യമുണ്ടല്ലോ. കേരളത്തിനുള്ളിൽ ഗുസ്തി പിടിക്കുക, കേരളത്തിൽ പുറത്ത് ദോസ്തിയാവുക. ഇത് വിശദീകരിച്ച് വിഷമിക്കും. ഇതെല്ലാവർക്കും പൊതുജനങ്ങൾക്കും മനസ്സിലാവുന്ന കാര്യമാണ്. പക്ഷേ ഇതിങ്ങനെ വിശദീകരിച്ചുകൊണ്ടേ ഇരുന്ന് വഷളാവേണ്ട കാര്യമില്ല. CPM ആണെങ്കിലും LDF UDF ചെയ്യേണ്ടത് കേരളത്തിന് പുറത്ത് ഞങ്ങൾ ഒറ്റ മുന്നണിയാണ്, കേരളത്തിൽ ഞങ്ങൾ ബദ്ധശത്രുക്കളാണ്. അതെന്തിനാണപ്പോൾ? അത് അങ്ങനെയാണ് എന്ന് പറയുക. അത് കൂടുതൽ ചർച്ച ചെയ്യാതിരിക്കുന്നതാണ് അവർക്ക് നല്ലത്. പിണറായി വിജയൻ്റെ പ്രസംഗത്തിൽ ഞാൻ പ്രത്യേകിച്ച് ഒരു കുഴപ്പവും കാണുന്നില്ല. അദ്ദേഹം ഇത് മലപ്പുറം വിട്ട് തൃശ്ശൂർ, പത്തനംതിട്ട, എറണാകുളം ഇതുപോലത്തെ സ്ഥലത്ത് ഇതുപോലത്തെ പ്രസംഗം നടത്തുമോ എന്നാണ് ഞാൻ നോക്കുന്നത്. പക്ഷേ നിലപാടൊന്നാണല്ലോ CAA വിരുദ്ധ സമ്മേളനമാണ് നടത്തുന്നത്. അപ്പോൾ കോഴിക്കോടും കാസർഗോഡും മലപ്പുറത്തും ഇങ്ങ് വന്ന് കൊല്ലത്ത് വരെ ഈ പ്രസംഗമുണ്ട്. 5 ജില്ലകളിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിലല്ലേ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ കഴിയുകയുള്ളൂ? കാരണം CPMന്റെ നിലപാട് അതാണ്, ഈ മുസ്ലിം വിരുദ്ധമാണ് CAA എന്നുള്ളതാണല്ലോ. അപ്പോൾ അതല്ലേ അദ്ദേഹത്തിന് പറയാൻ കഴിയുകയുള്ളൂ. അതിൽ നിന്ന് വ്യതിചലിച്ച് എങ്ങനെ പോകാൻ കഴിയും? കാസർഗോഡ് ചെയ്ത അതേ പ്രസംഗം തന്നെയാണ് അദ്ദേഹം മലപ്പുറത്തും ആവർത്തിച്ചത്. പിന്നെ അതിനകത്ത് ഈ ഭാരത് മാതാ കി ജയ് കൂടി വന്നു. കാരണം അസീമുള്ള ഖാനാണ് ഭാരത് മാതാ കി ജയ് ആദ്യം വിളിച്ചത്. അതിപ്പോൾ സംഘപരിവാർ അറിഞ്ഞു കഴിഞ്ഞാൽ അവരിനി അത് മാറ്റി പറയുമോ എന്നുള്ള പരിഹാസങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജയ് ഹിന്ദിന്റെ കാര്യത്തിലും. ഈ സംഘപരിവാർ ഇത് 1925 RSSന്റെ സ്ഥാപനം, ആ സമയത്തുണ്ടാക്കിയ പ്രാർത്ഥന, അതിൻ്റെ അവസാനത്തെ വാക്കാണ് ഭാരത് മാതാ കി ജയ്. അതുണ്ടാക്കിയത് ആരുമായിക്കോട്ടെ, RSS അന്ന് മുതൽ ഭാരത് മാതാ കി ജയ് വിളിക്കുന്നുണ്ട്. പിണറായി വിജയൻ ഇപ്പോഴാണല്ലോ കണ്ടുപിടിച്ചത് അസീമുള്ള ഖാനാണ്. ഏതാണെങ്കിലും ആയിക്കോട്ടെ, അത് കണ്ടുപിടിച്ച സ്ഥിതിക്ക് പിണറായി വിജയൻ്റെ പ്രിയപ്പെട്ട കമ്മ്യൂണിറ്റിയായ മുസ്ലിം കമ്മ്യൂണിറ്റി എന്നാണ് ഈ മുദ്രാവാക്യം വന്നത് എന്ന് പിണറായി വിജയൻ തന്നെ പ്രഖ്യാപിക്കുന്ന സ്ഥിതിക്ക് അദ്ദേഹം ഒരേ ഒരു തവണ ഭാരത് മാതാ കി ജയ് വിളിക്കുന്നത് കേൾക്കാൻ ഞാനും കാത്തിരിക്കുന്നു. അദ്ദേഹം വിളിക്കില്ല, അദ്ദേഹം വിളിപ്പിക്കുകയുമില്ല. അസീമുള്ള ഖാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ എന്ന് ഒരു മുസ്ലിം സദസ്സിനോട് പിണറായി വിജയൻ പറയുമ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ വിളിച്ചോളൂ എന്ന് പറയണ്ടേ? ഞാൻ ധൈര്യമായിട്ട് വിളിക്കുന്നു എന്ന് പറയണ്ടേ? അതിനുള്ള തൻ്റെ ഇടമൊന്നും പിണറായി വിജയനില്ല. കാരണം ആ ഭാഗത്ത് ഭാരത് മാതാ കി ജയ് വിളിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന തിരിച്ചടി എത്ര വലുതാകും എന്ന് പിണറായി വിജയൻ അറിയാം. പിണറായി വിജയൻ തെക്കോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കൊല്ലം മാത്രമല്ല, പത്തനംതിട്ടയിലെ ഈരാറ്റുപേട്ടയിൽ ഒരു പ്രസംഗം നടത്തും CAAക്ക് വേണ്ടിയിട്ട്. പത്തനംതിട്ടയിലെ വേറെ ഒരു സ്ഥലത്ത്, തിരുവല്ലയിൽ പ്രസംഗിക്കില്ല, ആറന്മുളയിൽ പ്രസംഗിക്കില്ല, ഈരാറ്റുപേട്ടയിൽ പ്രസംഗിക്കും. ഇതൊക്കെ ഞാനതിൽ കുറ്റം പറയുകയല്ല, തിരഞ്ഞെടുപ്പ് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ സെലക്റ്റീവായിട്ട് ആൾക്കാർ പ്രസംഗിക്കും, സെലക്റ്റീവായിട്ട് ചില പോയിൻറ്റ്സ് പറയും, ആ ഭാഗത്തെ ജാതി മതം ഒക്കെ നോക്കി കാര്യങ്ങൾ പറയും. അതേസമയം ഞങ്ങൾ മതേതരവാദികളാണെന്ന് ക്ലെയിം ചെയ്യുകയും ചെയ്യും. ഇത് എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ, കുറഞ്ഞത് 1965 മുതൽ, ഏകദേശം എനിക്ക് തിരിച്ചറിവ് വന്ന് തെരഞ്ഞെടുപ്പ് എന്താണെന്നൊക്കെ മനസ്സിലാവുന്ന കാലം മുതൽ ഞാൻ കാണുന്ന നാടകമാണിത്. അന്യോന്യം ഈ കുറ്റം പറയുകയും ചെയ്യും. ഇയാൾ മതം ഉപയോഗിച്ച അയാൾ എല്ലാവരും മതവും ജാതിയും ഒക്കെ നോക്കിയിട്ടാണ് സ്ഥാനാർത്ഥികളെ നിർത്താറുള്ളത്. അത് പുറത്ത് സമ്മതിക്കില്ലെന്നേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വരുന്ന മഞ്ജുഷി ഇതിൻ്റെ വിശകലനം നോക്കിക്കോളൂ. ഞാൻ തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനല്ല. പക്ഷേ ഈ വിദഗ്ധന്മാരെ വിളിച്ചു കഴിഞ്ഞാൽ അവരാദ്യം പറയാൻ പോകുന്നത്, ഇവിടെ തോറ്റതിൻ്റെ കാരണം ഈ സമുദായമാണ്, ആ സമുദായമാണ്, ഇവിടെ മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടായി, അവിടെ ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടായി, ഈഴവ കൺസോളിഡേഷൻ ഉണ്ടായി, സുകുമാരൻ നായർ ഇത് പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് വിശകലനം വരിക. വാസ്തവത്തിൽ മതവും ജാതിയൊക്കെ ചേർന്നാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് തീരുമാനിക്കുന്നത്. അതെല്ലാവർക്കും അറിയാം. പക്ഷേ ആർക്കും അറിഞ്ഞുകൂടാത്ത മട്ടിൽ എല്ലാവരും സംസാരിച്ചു പോകുന്നു. ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ശരി, ശ്രീ ജയചന്ദ്രൻ,
ഇവിടെ മുഖ്യമന്ത്രി മതത്തെ കൂട്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് BJP പരാതി നൽകുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും. ഇത് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പ്രസംഗം എന്തായാലും അങ്ങനെ തന്നെയാണല്ലോ. ഈ മുസ്ലിം മതവിഭാഗത്തെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളത് അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ CAA വഴി ചൂണ്ടിക്കാണിക്കുകയാണ്. അതിൽ മുഖ്യമന്ത്രി പറയുകയാണ് രണ്ടാം പൗരന്മാരാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ BJPയുടെ ഭരണത്തിന് കീഴിൽ. ഒരു വേള അദ്ദേഹം പറയുകയാണ് പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരും. ഇങ്ങനെ പറയുന്നു. പിന്നെ മുസ്ലിം എന്നതിനാൽ പൗരത്വം കിട്ടില്ല, പൗരത്വം നഷ്ടപ്പെടും, ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇത് കൃത്യമായിട്ടും വോട്ട് നേടാനുള്ള ഒരു വഴി, അതിൽ അസ്വാഭാവികമായിട്ട് ഒന്നുമില്ല. കാരണം അത് തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ പുറമേ അത് പറയുകയില്ല. ഇത് സംഘപരിവാർ ഇവിടെ ഈ രീതിയിൽ വോട്ട് തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇതിനെ ഈ രീതിയിൽ നേരിടുകയാണ്, CAA ഞങ്ങൾ എതിർക്കുകയാണ്, അതിൻ്റെ കാഠിന്യം ഇത്രത്തോളമുണ്ട്, അതിൽ എതിർപ്പിൽ ഞങ്ങളാണ് ചാമ്പ്യന്മാർ എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമം തന്നെയല്ലേ മലപ്പുറത്തും കണ്ടത്. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ലെന്നാണ് TG പറയുന്നത്. ശരിയാണ്, ശ്രീ TG മോഹൻദാസ് പറഞ്ഞതാണ് അതിൻ്റെ വസ്തുത. അതിൽ പിന്നെ എന്തെങ്കിലും ശരികേട്, അസ്വാഭാവികത, അസാംഗത്യം ഒന്നുമില്ല എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നതല്ലേ ശരി. കാരണം ആ റാലി എന്തിനായിരുന്നു? CAA വിരുദ്ധ റാലി എന്നുള്ളതായിരുന്നല്ലോ അതിൻ്റെ ബാനർ തന്നെ. ആ ബാനറിലാണല്ലോ ആ സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടത് തന്നെ. അങ്ങനെ സംഘടിപ്പിക്കപ്പെട്ട ഒരു സമ്മേളനത്തിൽ CAAക്ക് എതിരായ നിലപാട് സംസ്ഥാന മുഖ്യമന്ത്രി CPM PB അംഗവുമായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോൾ അദ്ദേഹം ഏറ്റവും എതിരായിട്ടുള്ള അതിന് വിരുദ്ധമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്നുള്ള അറിയാത്ത ആരാണ് ഉള്ളത്? അതറിയാത്ത ആൾക്കാരാണോ BJPയുടെ നേതാക്കൾ ഈ പരാതി കൊടുത്തവർ? അല്ലല്ലോ. ഇപ്പോൾ പിന്നെ നിജേഷ് അരവിന്ദ് കോൺഗ്രസ് പ്രതിനിധി ഇപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണ്? എനിക്കും കുറച്ച് പേർക്കെതിരെ കേസെടുത്തു, അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പറയുന്നില്ലല്ലോ. ഇവിടെ നമ്മുടെ ഡിസ്കഷൻ ടോപ്പിക് എന്താണ്? നിജേഷ് അരവിന്ദിനും കോൺഗ്രസ് പ്രവർത്തകർക്കുമെതിരെ, അല്ലെങ്കിൽ നിജേഷ് എന്നുള്ള പേര് വേണ്ട, കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ അല്ലെങ്കിൽ കേരളത്തിലെ പൗരന്മാർക്കെതിരെ ഈ പിന്നെ എടുത്ത CAA വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ പേരിൽ എടുത്ത കേസിൻ്റെ ചർച്ചയാണ് News 18 ഇന്ന് സംഘടിപ്പിക്കുന്നതെങ്കിൽ ഈ പറയുന്നതൊക്കെ വാലിഡ് പോയിന്റ്സ് ആണ് നിജേഷിൻ്റെ. പക്ഷേ അങ്ങനെ അത് വിദൂരമായി പോലും അത്തരത്തിലൊരു ഫോക്കസ് ഇല്ലല്ലോ ഈ ചർച്ചയ്ക്ക്. അല്ല, അത് നിജേഷ് പറയുവാൻ കാരണമുണ്ട്. കാരണം ഇവിടെ CAA വിരുദ്ധ സമരം നടത്തുമ്പോൾ അതിന്റെ ആത്മാർത്ഥത എത്രമാത്രമുണ്ട്? ഇത് വോട്ട് തേടുവാനുള്ള ഒരു ന്യൂനപക്ഷ പ്രീണനത്തിനുള്ള തന്ത്രം മാത്രമാണോ എന്നുള്ളതിന് മറുപടിയാണ് നിജേഷ് പറഞ്ഞത്. അവരുടെ വാദമാണ് അവർ പ്രകടിപ്പിച്ചത്. കാരണം ഇവരും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ കിടന്നവരാണ്. ഇവർക്ക് സ്വന്തമായിട്ട് കേസ് നടത്തേണ്ടി വന്നു. അന്ന് എന്താണ് പറഞ്ഞത്? ഈ കേസുകളെല്ലാം പിൻവലിക്കുമെന്നാണ്. കാരണം ഞങ്ങൾ ഒറ്റക്കെട്ടായി സമരം ചെയ്യുന്ന ആളുകളാണ്, അതുകൊണ്ട് ഒരു കൂട്ടർക്കെതിരെ കേസെടുക്കേണ്ടി വന്നത് അത് പിൻവലിക്കും, ഗൗരവമുള്ള സ്വഭാവം ഇല്ലാത്തവ എന്നാണ്. ഈ അടുത്തും പറഞ്ഞല്ലോ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാണ്. മാത്രമല്ല മുഖ്യമന്ത്രി പറയുന്നുണ്ടല്ലോ ഈ കേസുകളുടെ കാര്യത്തെപ്പറ്റി. ഡൽഹിയിൽ സമരം നടത്തിയത് ഇടതുപക്ഷമാണ്, അറസ്റ്റ് വരിച്ചത് ഇടതുപക്ഷമാണെന്നൊക്കെ. അതൊന്നും അല്ലല്ലോ കാര്യം. ഞാൻ ചോദിക്കുന്ന മഞ്ജുഷോട് ചോദിക്കേണ്ട കാര്യമില്ലെങ്കിലും മഞ്ജുഷ അത് ആവർത്തിച്ചുകൊണ്ട് പറയുകയാണ്. ഈ പിന്നെ News 18 ഇന്നത്തെ ഡിബേറ്റിംഗ് പോയിന്റ് ഫോക്കസ് ഇഷ്യൂ എന്ന് പറയുന്നത് അതല്ലല്ലോ. പിന്നെ ഇനി അതാണെന്ന് താങ്കൾ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഞാനത് അക്നോളജ് ചെയ്യുന്നു. എന്നിട്ട് അങ്ങോട്ട് ചോദിക്കട്ടെ, AK ആൻ്റണി എന്താണ് മറുപടി പറഞ്ഞത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന്? ഇന്ന് എന്താണ് പറഞ്ഞത്? ഈ ഇന്ത്യയിലെ മുഴുവൻ കോൺഗ്രസ്സുകാർക്കും ബാധകമല്ലേ ഈ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവായ പ്രവർത്തക സമിതി അംഗമായ ആൻ്റണി പറഞ്ഞ മറുപടി എല്ലാവർക്കും ബാധകമാണല്ലോ. മിനിമം കോൺഗ്രസ്സുകാർക്കെങ്കിലും ബാധകമാവണമല്ലോ. അദ്ദേഹം എന്താ പറഞ്ഞത്? സുപ്രീം കോടതി ഇത് നിരാകരിക്കും എന്നാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്, പ്രത്യാശിക്കുന്നത്. അതേസമയം കോൺഗ്രസിൻ്റെ ആത്മാർത്ഥത നിങ്ങൾ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. അത്തരം ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. എന്തുകൊണ്ട് പ്രസക്തിയില്ല? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ കോൺഗ്രസിന് മൃഗീയ ഭൂരിപക്ഷമുള്ള അവിടെ പിന്നെ അത്തരം വിവേചനമില്ലാതെ പൗരന്മാർക്ക് നീതി ലഭിക്കണം എന്നുള്ളതായിരുന്നു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ കാഴ്ചപ്പാട്. അതങ്ങനെ ആ മൃഗീയ ഭൂരിപക്ഷം കോൺഗ്രസിനുള്ളപ്പോൾ പോലും അംഗീകരിച്ച ആ നിലപാട് ഉള്ള കോൺഗ്രസ്സിന് അക്കാര്യത്തിൽ അന്നു മുതലേ നിലപാടതാണ്. ഇനിയിപ്പോൾ എന്താ എന്ന് ചോദിച്ചാൽ ആ സുപ്രീം കോടതി നിശ്ചയിക്കുമെന്നേ. ഇതാണ് മുതിർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ ആൻ്റണി പറയുന്നത്. അതേസമയം ഈ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയെന്നായിരുന്നു ഇത്തവണത്തെ റംസാൻ്റെ നോമ്പ് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണല്ലോ സംഭവിച്ചത്. അതിൻ്റെ പിറ്റേന്ന് ഈ ചട്ടങ്ങൾ പുറത്തിറക്കുന്നതിൻ്റെ പിറ്റേന്നാണല്ലോ മാധ്യമപ്രവർത്തകർ ഖാർഗെയോട് ചോദിക്കുന്നത് എന്താണ് നിലപാട്. ഞാൻ പഠിച്ചിട്ടില്ല, പഠിച്ചിട്ട് പറയാം.
നിജേഷ് അറിയുന്നൊന്നും ഒരു തർക്കവും ഇല്ല. കാര്യം അവർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളാണ് ഇതിൻ്റെ ചാമ്പ്യന്മാർ എന്നാണ്. പക്ഷേ AICC പ്രസിഡന്റ് പറയുന്നത് ഞാൻ പഠിച്ചിട്ട് പറയാം എന്നാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പും പറയുന്നത്. അതാണ് പ്രശ്നം, അതാണ് ചോദ്യം. അല്ല, ഇതിപ്പോ രണ്ടുപേരും തമ്മിൽ ചാമ്പ്യൻ പട്ടത്തിലുള്ള മത്സരമാണ് നടക്കുന്നതെന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം നോക്കിയാൽ മനസ്സിലാകും. അതിൽ ആരാണ് മുമ്പൻ എന്നുള്ളതേ ഉള്ളൂ. അതിൽ മുഖ്യമന്ത്രി നേരിട്ട് തന്നെ റാലികളിൽ പങ്കെടുത്തത് വഴി CPM ഒരു പടി മുന്നിലേക്ക് കയറി. പ്രത്യേകിച്ച് മലപ്പുറത്ത് അദ്ദേഹം നടത്തിയ പ്രസംഗം അത്ര തീവ്രമായ രീതിയിൽ തന്നെ അദ്ദേഹം പ്രസംഗിക്കുകയും ചെയ്തു. ഞങ്ങളുടെ നിലപാട് ഇതാണ് എന്ന് ഒരു തവണ കൂടി അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. ഇനി 2 റാലികൾ ബാക്കിയുണ്ട്. പക്ഷേ അത് UDF-നും കോൺഗ്രസിനും അത്രയും ഓടിയെത്താൻ കഴിഞ്ഞിട്ടില്ല. അല്ല മഞ്ജുഷേ, അതിനകത്ത് ഒരു പ്രശ്നമുള്ളത് ഈ പ്രീണനം എന്നുള്ള വാക്ക്, അതിപ്പം ഹിന്ദുക്കളെ പ്രീണിപ്പിക്കാൻ BJP, പിന്നെ ക്രൈസ്തവരെ പ്രീണിപ്പിക്കാൻ വേറെ ചില ആൾക്കാർ, മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ ഇപ്പോൾ CPM, അത്തരത്തിലുള്ള ഇങ്ങനെയുള്ള വർഗീകരണം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എത്രത്തോളം സംഗതമാണ് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉന്നയിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം വോട്ടർമാരാണ്, ഏത് സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും ശരി, അവർ വോട്ടർമാരാണ്. അവരെ പ്രീണിപ്പിച്ചിട്ടാണോ കാര്യം നേടുന്നത്? അവരോടുള്ള പിന്നെ എമ്പതി കൂടുതൽ കാണിക്കുമ്പോൾ, ആ ഒരു അനുതാപം ഏത് വിഭാഗത്തിനോടും കാണിക്കുമ്പോൾ ആ വിഭാഗത്തിൻ്റെ അനുതാപം പിടിച്ചു പറ്റാൻ ശ്രമിക്കും ആര്? രാഷ്ട്രീയ കക്ഷികൾ. അവർ നിൽക്കുന്ന വോട്ട് കിട്ടാനാണല്ലോ, ജയിക്കാനാണല്ലോ. അല്ലാതെ ഞങ്ങളുടെ പ്രസൻസ് ഇപ്പോൾ SUCI 164 165 മണ്ഡലങ്ങൾ മത്സരിക്കുന്നതായിട്ടാണ് പറഞ്ഞു കേൾക്കുന്നത്. എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ കേട്ടോ, പറഞ്ഞു കേട്ടത് മാത്രമാണ് ഞാൻ പറയുന്നത്. അവരെന്തിനാണ് അങ്ങനെ മത്സരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് അവർ തന്നെ ഉത്തരം പറയണം. പിന്നെ പ്രസൻസ് കാണിക്കാനാണോ? അതൊക്കെ അവരുടെ കാര്യമാണ്. പക്ഷേ അങ്ങനെയല്ല രാഷ്ട്രീയ കക്ഷികൾ ചെയ്യുന്നത്, അങ്ങനെയല്ല. പൊതുവിൽ എല്ലാവരും ചെയ്യുന്നത് ജയസാധ്യത തേടി തന്നെയാണ് മത്സര രംഗത്ത് ഇറങ്ങുന്നത്. അങ്ങനെ മത്സര രംഗത്ത് ഇറങ്ങുമ്പോൾ വോട്ടർമാരായിട്ട് വരുന്നത് വിവിധ വിഭാഗം ജനങ്ങളാണ്. മറ്റൊരു കാര്യമുണ്ട്, ഈ മതത്തെ ഉപയോഗപ്പെടുത്തുന്നത് സർവ്വസാധാരണം എന്നൊക്കെ പറയുമ്പോഴും മതത്തെ ഉപയോഗപ്പെടുത്തുന്നത് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമായി പോയാൽ അതും പ്രശ്നമുള്ളതാണ്. ഒരു മുഖ്യമന്ത്രി തന്നെയാണ് ഈ മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്നത് എന്ന് ഓർക്കണം. അത് മാത്രമല്ല, ഇവിടെ ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട് TG മോഹൻദാസ്. അദ്ദേഹം പറഞ്ഞത് ഈ ഭാരത് മാതാ കി ജയ് ആദ്യം വിളിച്ചത് അസീമുള്ള ഖാൻ ആണെങ്കിൽ അത് സംഘപരിവാർ ഏറ്റുവിളിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് അത് ഏറ്റുവിളിക്കാൻ പറ്റുമോ? അണികളെ അത് ഏറ്റുവിളിക്കുവാൻ അണികളോട് പറയാൻ പറ്റുമോ എന്നുള്ളൊരു വെല്ലുവിളി നടത്തുന്നുണ്ട്. പറ്റുമോ? സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്നത്തെ ചോദ്യം അതായിരുന്നു പ്രധാനമായിട്ടും. കമ്മീഷനോടുള്ള ചോദ്യം അതല്ലല്ലോ, KK സുരേന്ദ്രന്റെ ചോദ്യം അതല്ലല്ലോ മഞ്ജുഷേ. മുഖ്യമന്ത്രി ഏറ്റുവിളിക്കുമുള്ളതല്ല. മുഖ്യമന്ത്രി പറയുന്നത് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ അല്ലെങ്കിൽ കേരള മുഖ്യമന്ത്രിയുടെ നിലപാടായിട്ടാണോ താങ്കൾ അതിനെ വ്യാഖ്യാനിക്കുന്നത്? അത് ശരിയല്ലല്ലോ. CPIM പറയുന്നത് എൻഡോഴ്സ് ചെയ്യുന്ന മുഖ്യമന്ത്രിയല്ലേ, എൻഡോഴ്സ് ചെയ്യുന്ന മുഖ്യമന്ത്രിയല്ലേ നിലപാട്? അല്ല, സീതാറാം യെച്ചൂരി മുതൽ അത് തന്നെയാണ് എൻഡോഴ്സ് ചെയ്യുന്നത്. എപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. CAA കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമല്ല പറയുന്നത്. മലപ്പുറത്ത് ഇന്നലത്തെ കാര്യത്തിൽ മലപ്പുറത്ത് പറയുന്നത് പിണറായി വിജയനാണ്. ദാറ്റ്സ് ഓക്കെ, അത് സമ്മതിക്കാം. പക്ഷേ അത് പിണറായി വിജയന്റെ മാത്രം അഭിപ്രായമല്ലേ, ആ പാർട്ടിയുടെ അഭിപ്രായമാണ്. ആ പാർട്ടിയുടെ രാഷ്ട്രീയ നേതാവാണ് പിണറായി വിജയൻ. അദ്ദേഹം അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ പാർട്ടി നിലപാടിനൊപ്പമാണ് നിൽക്കേണ്ടത്. അതാണ് അദ്ദേഹം പറഞ്ഞതും. ഭാരത് മാതാ കി ജയുടെ മറുപടി താങ്കൾ പറഞ്ഞില്ല. അല്ല, ഭാരത് മാതാ കി ജയ് എന്നുള്ളതിന് മുഖ്യമന്ത്രി പിന്നെ ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടയാളാണ് പിണറായി വിജയൻ എന്നോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കക്ഷിയെന്നോ ഒരു ധാരണയും എനിക്കില്ല. പിന്നെ അദ്ദേഹം അങ്ങനെ വിളിക്കണമെന്ന് ഞാൻ എന്തിനാണ് പറയുന്നത്? ജയ് ഹിന്ദ് എന്ന് വിളിക്കുന്ന സമ്പ്രദായമുള്ളവരാണ് CPIM ഇടതുകളോ എന്ന് ഒരു ധാരണയും എനിക്കില്ല. അവർ ജയ് ഹിന്ദ് എന്ന് പറയണം എന്ന് ഞാൻ പറയേണ്ടതുണ്ടോ? അതൊക്കെ ആ പാർട്ടിയുടെ നിലപാടിനൊപ്പിച്ചല്ലേ അവർക്ക് പറയാൻ കഴിയൂ. അതവർ പറയാതിരിക്കുകയോ ചെയ്യട്ടെ. എനിക്കത്തരം ഒരു ശാഠ്യങ്ങളുമില്ല. പിന്നെ വിമർശിക്കുമ്പോൾ ഇപ്പോൾ ശ്രീ TG മോഹൻദാസ് പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി അങ്ങനെ വിളിക്കുന്നത് അങ്ങനെ പറയുന്നത് കേൾക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അങ്ങനെ പറയാനുള്ള മുഴുവൻ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ അദ്ദേഹത്തോട് യോജിക്കുകയും ചെയ്യുന്നു. പക്ഷേ മുഖ്യമന്ത്രിക്ക് അങ്ങനെ പറയാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നതിനോടും യോജിക്കുക തന്നെ വേണമല്ലോ. അതേ ഉള്ളൂ. ശരി, ശ്രീ നിജേഷ് അരവിന്ദ്, ഭാരത് മാതാ കി ജയ് എന്ന പരാമർശം അതിൽ കക്ഷിയാകുവാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ടോ? ഭാരത് മാതാ കി ജയ് എന്ന് കോൺഗ്രസിന്റെ എത്രയോ യോഗങ്ങൾക്കകത്ത്, NSUവിന്റെ യോഗങ്ങൾക്കകത്ത്, യൂത്ത് കോൺഗ്രസ് യോഗങ്ങൾക്കകത്ത് പറയാറുണ്ട് ഭാരത് മാതാ കി ജയ് എന്ന്. ഞങ്ങളത് ജയ് ഹിന്ദ്, ഞങ്ങൾ ഏത് പ്രസംഗം കഴിഞ്ഞാലും ജയ് ഹിന്ദ് എന്ന് പറയും. അത് ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞാൽ എന്താ? ഭാരത് മാതാവ് എന്ന്, ഭാരതം മാതാവാണ് എന്ന സങ്കല്പം തന്നെയാണുള്ളത്. അത് ജയ് എന്ന് പറഞ്ഞാൽ ആരുടെയും കുത്തകയാണോ? അത് ഇന്ന് ആവർത്തിച്ച് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് അതിന് ക്ലാരിഫിക്കേഷൻ തരേണ്ടത്. അത് തരാനുള്ള ഉത്തരവാദിത്വം വരണം. പിന്നെ നേരത്തെ അദ്ദേഹം പറഞ്ഞ കാര്യം മഞ്ജുഷ വിട്ടുകളയല്ലേ.
ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ സമരം ചെയ്ത് ജയിലിലടച്ചു, നമ്മൾ ഒറ്റക്കെട്ടാവണമെന്ന് CPM പറയുന്നു, അന്ന് ഒറ്റക്കെട്ടായിരുന്നു എന്ന് പറയുന്നു. ഒറ്റക്കെട്ടായിരുന്ന കോൺഗ്രസ് നേതാക്കളെ പിടിച്ച് ജയിലിലടച്ചു എന്നിട്ട് പറയുന്നു അവർ സമരമേ ചെയ്തിട്ടില്ല. ആരെ സുഖിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ജയിലിലടച്ചത്? എന്നേത് വിട്ടേക്ക്. കോൺഗ്രസ് നേതാക്കളെ ജയിലിലടച്ചത് ആരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു? ലീഗിന്റെ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് ഫൈൻ വാങ്ങി അടച്ചത് ആരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു? മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു നിലപാടുണ്ടായിരുന്നെങ്കിൽ ആ കേസ് മൊത്തം പിൻവലിച്ചുകൂടായിരുന്നു. എന്തുകൊണ്ട് പിൻവലിച്ചില്ല? കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനങ്ങളിൽ കേസുണ്ടോ? ഇല്ലല്ലോ. അപ്പോ പറയുമ്പോ ഇരട്ടത്താപ്പ് ഉണ്ടാവാൻ പാടില്ല. അത്രയും അന്ന് BJP സുഖിപ്പിക്കേണ്ടിയിരുന്നു. അന്ന് BJP സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസെടുത്തു. ആ കേസ് വിചാരണ നടത്തുന്ന കാലം വരെ കാത്തിരുന്നു. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ പിൻവലിക്കുമെന്ന്. 65 കേസുകളാണ് പിൻവലിച്ചത്. ആകെ 65, 865 65 കേസ് പിൻവലിച്ചു. ഇന്നലെയും പറഞ്ഞു നിങ്ങൾ അപേക്ഷ തന്നാൽ മതി പിൻവലിക്കാം. 4 കൊല്ലം പഴക്കമുണ്ട്. ആ 4 കൊല്ലം പഴക്കമുള്ള കേസ് അത്രയും കാലം കോടതിയിൽ പോയി, അത്രയും കാലം ഫൈൻ അടച്ചുകൊണ്ടിരിക്കുന്ന, അത്രയും കാലം വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന, അത്രയും കാലം ജാമ്യം എടുത്തുകൊണ്ടിരിക്കുന്ന കേസുകൾ പിൻവലിക്കാൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പ് വരെ കാത്തുകണ്ടിരുന്നോ? ഈ വിജ്ഞാപനം വന്നില്ലായിരുന്നുവെങ്കിൽ ഈ കേസ് അങ്ങനെ തന്നെ തുടരട്ടെ എന്നല്ലേ അതിന്റെ അർത്ഥം? BJP ചെയ്ത ശരിയും തെറ്റും അവിടെ നിൽക്കട്ടെ. കാരണം 4 കൊല്ലക്കാലമായിട്ട് അവസാനത്തെ ദിവസമാണ് ഇത് പ്രഖ്യാപിച്ചത്. അവർക്ക് അതിന് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അതിന് ചെറുക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിനോട്. ഞാനിവിടെ ഇടത് സഹയാത്രികനോട് നേർക്ക് നേരെ ഏറ്റുമുട്ടാതിരിക്കാനുള്ള ഒരു കാരണമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത്, ഇന്ത്യ മുന്നണിക്കകത്ത് 31-ാം തീയതിയുള്ള റാലിക്കകത്ത് രാഹുൽ ഗാന്ധിയുടെ ഇടത്തെ കൈ പിടിക്കുക സീതാറാം യെച്ചൂരിയാണ്. പണ്ട് 89-ൽ ഇടത്തെ കൈ പിടിച്ചത് അന്ന് അദ്വാനിയും ഇപ്പുറത്ത് VP സിംഗുമായിരുന്നെങ്കിൽ ഇപ്പം പിടിക്കുന്ന രാഹുൽ ഗാന്ധിയാണ്. ഇപ്പുറത്ത് തേജസ്വി യാദവാണ് പിടിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിനെതിരെയാണ് നമ്മൾ സമരം ചെയ്തത്. അങ്ങനെ ഒരു മുന്നണി ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾക്ക് വിശാലമായ താല്പര്യമുണ്ട്. അത് ഈനാമ്പച്ചിയും മരപ്പെട്ടിയും ചിഹ്നമാവാൻ വേണ്ടിയുള്ള പോരാട്ടമല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നേരത്തെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ വേണ്ടി കോൺഗ്രസിന് പിന്തുണ കൊടുത്ത, അല്ലെങ്കിൽ ഭരണമാറ്റത്തിന് വേണ്ടി പിന്തുണ കൊടുത്ത ഇലക്ട്രൽ ബോണ്ട് പോലെയുള്ള അഴിമതിക്കെതിരെ പിന്തുണ കൊടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്ക് അഖിലേന്ത്യാ തലത്തിലൊരു നിലപാടുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് ആ വിശ്വാസത്തിൽ ഒരു പൊതു മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ മത്സരിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതിനു പകരം ഇവിടെ വന്ന് കോൺഗ്രസിനെ അനാവശ്യമായിട്ട് എതിർക്കുക, രാഹുൽ ഗാന്ധിയെ ചീത്ത വിളിക്കുന്നത് ശരിയാണോ എന്ന് അവർ പക്ഷേ നിജേഷ്, മറ്റൊരു കാര്യം, ഇപ്പോൾ മലപ്പുറത്ത് മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ നിന്ന് വിഭിന്നമായി ഏത് രീതിയിൽ സംസാരിക്കുവാൻ UDF-ന്റെ നേതാക്കൾക്ക് കഴിയും മലപ്പുറത്ത്? ഇതേ ടോണിൽ തന്നെയല്ലേ UDF-ന്റെ നേതാക്കൾക്ക് മലപ്പുറത്ത് വന്ന് സംസാരിക്കാൻ കഴിയൂ, മലബാറിൽ സംസാരിക്കാൻ കഴിയൂ? അല്ല, ഞാൻ മഞ്ജുഷോട് ചോദിക്കട്ടെ, കേരളത്തിലെ സമരങ്ങൾക്കകത്ത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കോൺഗ്രസ് നടത്തിയ സമരങ്ങൾക്കകത്ത് 2 രീതിയിൽ സംസാരിച്ചത് ഒന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾ ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ പത്രസമ്മേളനം ഉണ്ടായി മുഖ്യമന്ത്രിയുടെ ഇതുമായി ബന്ധപ്പെട്ട്. എന്തെങ്കിലും പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് സ്ഥലമല്ലല്ലോ പ്രഖ്യാപനം, മുഖ്യമന്ത്രിയുടെ ടോൺ അല്ലേ? എനിക്ക് KPC പ്രസിഡന്റ് ഏതെങ്കിലും കാര്യത്തിൽ 2 ടോണിൽ സംസാരിച്ചോ? CM 2 ടോണിൽ സംസാരിക്കുന്നുണ്ടോ? ഞാനിവിടെ TG പറഞ്ഞിരുന്നു 2 ടോണിൽ സംസാരിക്കും. മലബാറിൽ 1 ടോണിൽ സംസാരിക്കും, പിന്നെ ചില മേഖലകളിൽ അങ്ങനെ സംസാരിക്കും. പക്ഷേ തിരുവനന്തപുരത്ത് വരുമ്പോൾ ആ ടോണിലായിരിക്കുകയില്ല എന്ന്. ഞാൻ ഒറ്റ കാര്യം കൂടി പറയാം മഞ്ജുഷേ. അന്നത്തെ സമരത്തിന് ഞങ്ങൾ ജയിലിൽ പോയി എന്ന് പറഞ്ഞ സമരം ഉദ്ഘാടനം ചെയ്തത് ശശി തരൂർ MP ആയിരുന്നു. കോഴിക്കോട്ട് വന്ന് ഉദ്ഘാടനം ചെയ്തത് ശശി തരൂരാണല്ലോ തിരുവനന്തപുരത്തുള്ളത്. ശശി തരൂർ MP ഒരു സ്ഥലത്ത് ഒരു പ്രസംഗം എടുത്തു കഴിഞ്ഞാൽ അതിന് എത്രത്തോളം ഫോളോവേഴ്സ് ഉണ്ടാകും? മഞ്ജുഷ എന്ന് പറ. കേരളത്തെ കോഴിക്കോട് മാത്രമാണോ? കോഴിക്കോട്ടെ പൊതുയോഗം മാത്രമാണോ കേൾക്കുക? ഇന്ത്യ രാജ്യം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തേക്കും ശശി തരൂരിന്റെ പ്രസംഗം കേട്ടുകൊണ്ടേയിരിക്കും. അതിനുള്ള അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ പ്രസംഗം ലോകം മുഴുവൻ കണ്ടുകൊണ്ടേയിരിക്കും. അതാണ് കോൺഗ്രസ് നിലപാട്. കോൺഗ്രസ് നേതാക്കൾ പാർലമെന്റിൽ പറഞ്ഞതാണ്, ഞങ്ങൾക്ക് മലബാറിൽ വന്നോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് വന്നോ നിലപാട് പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ എല്ലായിടത്തും ഒറ്റ നിലപാടാണ്. ആ നിലപാട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാടാണ്. ഞങ്ങൾക്ക് അതിന് വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ഈ കാര്യത്തിൽ ഏറെക്കാലം ഈ രാജ്യം ഭരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണല്ലോ. ആ സമയത്ത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു നിയമം ഉണ്ടാക്കുന്നതിനോട് കോൺഗ്രസ് അനുകൂലിച്ചിട്ടില്ലല്ലോ. കോൺഗ്രസ് മണിപ്പൂരിൽ ഒരാളും പോയി നോക്കാത്ത ഇടത്തേക്ക്, ഒരു രാഷ്ട്രീയ നേതാവും കടന്നു ചെല്ലാത്ത ഇടത്തേക്ക് ഈ ഭരണകൂടത്തിന്റെ ഭാഗമായി 1 ലക്ഷത്തിലധികം ആളുകൾ അഭയാർത്ഥി കേന്ദ്രത്തിലായപ്പോൾ, 400-ലധികം ആരാധനാലയങ്ങൾ തകർത്തപ്പോൾ, മോർച്ചറിയിൽ മൃതശരീരം വെച്ച് 6 മാസം വെച്ചപ്പോൾ അവിടേക്ക് ഓടിച്ചെല്ലാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി ആയിരുന്നു. അത് തന്നെയാണ് ഞങ്ങളുടെ പൊളിറ്റിക്സ്. ആരെയൊക്കെ സൈഡ് ലൈൻ ചെയ്തോ, ആരെയൊക്കെ പീഡിപ്പിക്കുന്നോ അവരോടൊപ്പം നിൽക്കുക എന്ന രാഷ്ട്രീയമാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലാതെ മലബാറിൽ വന്നൊന്ന് തിരുവനന്തപുരത്ത് എന്നല്ല. അത് ഞങ്ങൾ ഡൽഹി മുതൽ ഇങ്ങേയറ്റം കന്യാകുമാരി വരെ ഞങ്ങൾക്ക് ഒറ്റ നിലപാടേയുള്ളൂ. ആ നിലപാട് ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട് മതത്തിന്റെ പേരിൽ പൗരത്വം കൊടുക്കാൻ ശ്രമിക്കുന്ന ഈ ഭരണകൂടത്തിനെതിരെയാണ് ഞങ്ങളുടെ നിലപാട്. ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ഒരു പൗരത്വ നിയമം ഉണ്ടാവില്ല. അപ്പോൾ മറ്റൊരു കാര്യമുണ്ട്, അപ്പോൾ CPM മതത്തെ ഉപയോഗപ്പെടുത്തുന്നു എന്ന നിലപാടിലേക്ക് നിങ്ങൾക്ക് വരുവാൻ പറ്റുകയില്ല. കാരണം നിങ്ങളുടെ നിലപാടും അത് തന്നെയാണ്, ഒരേ രീതിയിലാണ് പ്രസംഗിക്കുന്നതെങ്കിൽ BJP-യുടെ ആ വാദത്തെ നിങ്ങൾ അംഗീകരിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, എന്റെ ചോദ്യം, കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്ന വിഷയം അത് കേന്ദ്ര ഗവൺമെന്റിനെ വിലയിരുത്താനുള്ളതാണ്. കേരളത്തിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സംസ്ഥാന സർക്കാരിനെ വിലയിരുത്താനുള്ളതാണ്.
കേന്ദ്ര ഗവൺമെന്റ് വിലയിരുത്തുക എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ വിഭജിക്കാൻ വേണ്ടി ഭരണഘടന പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് BJP നടത്തിയ പൗരത്വ നിയമം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. അത് ക്ലിയർ. ഇവിടെ വരുന്ന സമയത്ത് ദൈനംദിന ജീവിതത്തിൽ കേരളത്തിലെ സാധാരണക്കാരൻ അനുഭവിക്കുന്ന പ്രശ്നം ഇന്ന് പോലും പുറത്തു വന്ന നമ്മൾക്കറിയാം. സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടിയെ ദിവസങ്ങളോളം മാസങ്ങളോളം പീഡിപ്പിച്ചു കൊന്ന കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിനകത്ത് സുരക്ഷിതത്വ ബോധമില്ലാത്ത നിരോധിക്കപ്പെടേണ്ട സംഘടനയായി മാറിയ SFI ആ CBI അന്വേഷണം ഇതേ മുഖ്യമന്ത്രി CBI അന്വേഷണം പ്രഖ്യാപിച്ച് പ്രശ്നത്തിൽ നിന്ന് തലയുരാൻ ശ്രമിച്ചു. ഇന്ന് നമ്മൾ വന്നു, അങ്ങനെ ഒരു അന്വേഷണമേ നടന്നിട്ടില്ല. ഡീൻ VC സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളുകൾ തിരിച്ചെടുത്തു. ഇങ്ങനെയുള്ള വിഷയങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യാതിരിക്കണമെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു മാസ്ക് ആവശ്യമാണ്. ആ മാസ്കിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ പൗരത്വം ചർച്ച ചെയ്യുന്ന അതേ സമയത്ത് തന്നെ കേരളത്തിലെ ജനവിരുദ്ധമായ ഈ ഗവൺമെന്റിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഇലക്ടറൽ ബോണ്ട് എന്ന് പറയുന്ന അഴിമതി കോവിഡ് കാലത്ത് പോലും. ശരി നിജേഷ്, അങ്ങനെയാണെങ്കിൽ ശ്രീ TG മോഹൻദാസ്, ഈ ചാമ്പ്യൻ പദവിക്കായിട്ടുള്ള മത്സരം നടക്കുന്നുണ്ട് എന്ന കാര്യമാണല്ലോ, അതിൽ CPM മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണോ? കോൺഗ്രസും UDF-ഉം മറ്റു വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം സംസ്ഥാന സർക്കാരിനെതിരെയും അവർക്കിവിടെ ജനങ്ങളോട് വോട്ട് ചോദിക്കണം. ചാമ്പ്യൻ പദവിക്ക് വേണ്ടിയിട്ടുള്ള മത്സരം തന്നെയാണ് നടക്കുന്നത്. അത് ഞാൻ നിജേഷ് കൂടെ അറിയാൻ പറയുകയാണ്. നിജേഷെ, കേരളത്തിന് പുറത്തേ നിങ്ങൾ തമ്മിൽ കൂട്ടുകെട്ടുള്ളൂ. കേരളത്തിനകത്ത് നിങ്ങൾക്കൊരു പക്ഷേ അവരോട് ശത്രുതയുണ്ടാവില്ല, പക്ഷേ അവർക്ക് നിങ്ങളോട് ശത്രുതയുണ്ട്. നിങ്ങളെന്താ വിചാരിച്ചത് നിങ്ങളുടെ കേസുകൾ അവർ പിൻവലിച്ചു തരുമെന്നോ? നത്തിങ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ്സിനെ ശത്രുവായിട്ട് കാണുന്നു കേരളത്തിനുള്ളിൽ. കേരളത്തിന് പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആവശ്യമുള്ളത് കൊണ്ട് നിങ്ങളുടെ തോളത്ത് കൈയിടുന്നു. ഇത് ഇരട്ടത്താപ്പെന്ന് നിജീഷ് വിളിക്കും, പക്ഷേ ഈ ഇരട്ടത്താപ്പാണ് രാഷ്ട്രീയം. ഇരട്ടയല്ല, 3ഉം 4ഉം താപ്പൊക്കെ നമുക്ക് കാണാം. അതിൻ്റെ ഉദാഹരണമാണ് പിണറായി വിജയൻ്റെ പ്രസംഗം. മലപ്പുറത്ത് പ്രസംഗിക്കും. ഞാൻ പത്തനംതിട്ടയിലെ ഒരു സ്ഥലം എടുത്തു പറഞ്ഞല്ലോ, വെറുതെ പറഞ്ഞതല്ലല്ലോ, മനസ്സിലായല്ലോ ആ സ്ഥലം ഏതാണെന്ന്. അപ്പോൾ ഇതാണ് രാഷ്ട്രീയം, ഇത് തെരഞ്ഞെടുപ്പാണ്. നിജേഷ് നിഷ്കളങ്കനായിട്ട് എന്താ അവരുടെ മുസ്ലിങ്ങളുടെ മാത്രം അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെ മാത്രം കേസ് പിൻവലിച്ചു, ഞങ്ങൾക്കെതിരെയുള്ളത് പിൻവലിക്കാത്തത് എന്താ? പിൻവലിക്കില്ല. കാരണം നിങ്ങൾ കേരളത്തിൽ അവരുടെ ശത്രുക്കളാണ്. നിങ്ങൾ എത്ര തലകുത്തി മറിഞ്ഞാലും, നിങ്ങൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാലും, മാപ്പപേക്ഷ കൊടുത്താലും പിണറായി വിജയൻ നിങ്ങൾക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കില്ല. കേരളത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മാക്സിമം മുസ്ലിം വോട്ട് കോൺഗ്രസിൻ്റെ കൂടെയാണ്, മുസ്ലിം ലീഗിൻ്റെ കൂടെയാണ്. CPM-ന് മുസ്ലിം വോട്ട് കിട്ടണം, എങ്കിലേ അവർക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് മുസ്ലിങ്ങളെ അവർ പ്രീണിപ്പിക്കും. പ്രീണനം എന്നുള്ള വാക്ക് ശരിയല്ല എന്നൊക്കെ ജയേന്ദ്രൻ പറയുമായിരിക്കും, പക്ഷേ പ്രീണനമാണ്, കാല് തിരുമലാണ്, കാല് കഴുകി വെള്ളം കുടിക്കലാണ്. ഇത് രാഷ്ട്രീയത്തിൽ ചെയ്യും. CPM മാത്രമല്ല, എല്ലാവരും ചെയ്യും അവരവരുടെ കാര്യം കാണാനായിട്ട്. അതുകൊണ്ട് നിജേഷ് ഈ സ്വപ്നം കാണൽ അവസാനിപ്പിക്കുക. ഞാൻ പറഞ്ഞില്ല, എത്രയോ കാലമായിട്ട് ഇതൊക്കെ ഞാൻ ഈ ഇരട്ടത്താപ്പ് കാണുന്നു. ഇരട്ടത്താപ്പിനെ നിങ്ങൾക്ക് വെറുതെ ഇരട്ടത്താപ്പെന്ന് വിളിച്ചു പറയാമെന്നുള്ളതല്ലാതെ നിങ്ങളുടെ കേസുകൾ CPM പിൻവലിക്കാൻ പോകുന്നില്ല. അതേസമയം നിങ്ങളെന്തോ ഈ വൺ സൈഡഡ് പ്രേമം പോലെ CPM-ഉം നമ്മളും ഒരുമിച്ചല്ലേ, നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടതല്ലേ, വർഗീയ ശക്തികൾക്കെതിരെ പോരാട്ടം കാഴ്ചവെക്കേണ്ടതല്ലേ? അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നിങ്ങൾക്ക് 10 സീറ്റ് വെച്ച് LDF-നും UDF-നും വീതിച്ചെടുത്തിട്ട് മത്സരിച്ചാൽ രണ്ടുപേർക്കും സന്തോഷമാകുമല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞ ചെലന്തിയോ എട്ടുകാലിയോ അരണയോ ഇത് ചിഹ്നമാകുന്ന പ്രശ്നവും ഇല്ലല്ലോ. CPM-നും സന്തോഷം, കോൺഗ്രസിനും സന്തോഷം. 10-10 വീതിച്ചാൽ മതി. നിങ്ങൾക്ക് വർഗീയ ശക്തിയെ തോൽപ്പിക്കുകയും ചെയ്യാം. ഇതെന്താ നിങ്ങൾ ചെയ്യാത്തത്? നിങ്ങൾക്കത് ചെയ്യാൻ പ്രായോഗികമായിട്ട് ആലോചിച്ച് നോക്കൂ. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. കാരണം കേരളം അല്പം പോലും വിട്ടുതരാൻ, കോൺഗ്രസ്സിന് വിട്ടുതരാൻ CPM-ന് സമ്മതമല്ല. ഇത് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്തുകൊണ്ട് കോൺഗ്രസ്സിന് മനസ്സിലാകുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് കോൺഗ്രസിനോട് ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റും ഉണ്ടാവുകയില്ല കേരളത്തിൽ. പക്ഷേ അവിടെ BJP-യോട് അഡ്ജസ്റ്റ്മെന്റ് നടത്തിയാൽ പോലും കോൺഗ്രസിനോട് ഒരു സഹകരണവും ഉണ്ടാവുകയില്ല. അതല്ലേ യഥാർത്ഥ രാഷ്ട്രീയം കേരളത്തിലെ? അല്ല മഞ്ജുഷ്, ആരുമായിട്ടും സഹകരിക്കും. ആ സാഹചര്യം അനുസരിച്ച് CPM-ന് മാക്സിമം വോട്ട് കിട്ടാനായിട്ട് ഈ പറയുന്ന BJP-യുമായിട്ടും സഹകരിക്കും. പല സ്ഥലത്തും സഹകരിച്ചിട്ടുണ്ട്. നിജേഷ് തന്നെ ഉദാഹരണം പറഞ്ഞല്ലോ, പണ്ട് LK അദ്വാനിയുടെ കൈപിടിച്ച് പൊക്കിയ കാര്യം, ഹർകിഷൻ സിംഗ് സുർജിത്ത്.
ഇതെല്ലാം കാര്യം കാണാനായിട്ട് രാഷ്ട്രീയത്തിൽ ഇത് ചെയ്യും. ഇത് ചെയ്യില്ല. മറ്റേ ജയേന്ദ്രൻ പറഞ്ഞതുപോലെ ഇത് പ്രീണനമല്ല, മതം ഉപയോഗിക്കുന്നില്ല. മതം ഉപയോഗിക്കുന്നുണ്ട് സാർ. എല്ലാ പാർട്ടികളും മതം ഉപയോഗിക്കുന്നുണ്ട്. CPM പച്ചയ്ക്ക് മതവും ജാതിയും ഉപയോഗിക്കുന്നുണ്ട്. വെറുതെ ഇല്ല എന്ന് പറയുന്നത് എന്തിനാ? നമ്മളിപ്പോൾ പ്രാക്ടീസിങ് പൊളിറ്റീഷ്യൻസ് അല്ലോ, ഞാനാണെങ്കിലും ജയേന്ദ്രനാണെങ്കിലും. എന്തിനാണ് നമ്മൾ വയസ്സുകാലത്ത് ഈ പച്ചക്കള്ളം ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ച് പറയുന്നത്? ഇറ്റ് ഈസ് എ ഫാക്ട് ദാറ്റ് എവരിബഡി യൂസസ് റിലിജിയൻ ആൻഡ് കാസ്റ്റ് ആൻഡ് വട്ട് എവർ ഡിവിഷൻസ്, മുജാഹിദ്, ജമായത്തെ ഇസ്ലാമി, ആ വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടി അല്ലെങ്കിൽ മറ്റൊരു പാർട്ടി ഉപയോഗിക്കുന്നു. ഏതെങ്കിലും ഒരു നാക്കുപിഴ ആർക്കെങ്കിലും അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അതിൽ കയറി പിടിക്കുന്നു. ഇതൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇത് സ്വാഭാവികമാണ്. അതേസമയം പരാതിയും കൊടുക്കും. ഇന്നിപ്പോൾ പിണറായി വിജയനെതിരെ ടെക്നിക്കലി BJP ചെയ്ത പരാതി കഴമ്പുണ്ട്. അതിൽ പിണറായി വിജയൻ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാൻ നോക്കുന്നു ആരോപിക്കാൻ അതിനകത്ത് കഴമ്പുണ്ട്. ആരോപണം ഉന്നയിക്കാൻ തീരുമാനം ഇലക്ഷൻ കമ്മീഷൻ എടുത്തോട്ടെ. ഇതേ പിണറായി വിജയൻ മറ്റാരെങ്കിലുമാണ് ഇങ്ങനെ പ്രസംഗിച്ചിരുന്നതെങ്കിൽ ഉറപ്പായിട്ട് 153A, കേരള പോലീസിനെ ആകെ അറിയാവുന്ന ഒരേ ഒരു വകുപ്പേ ഉള്ളൂ, 153A. പൂക്കോട് സിദ്ധാർത്ഥൻ്റെ കൊലപാതകത്തിൽ പോലും 153A വകുപ്പിട്ടാണ് ഇവർ ചാർജ് ചെയ്തിരിക്കുന്നത്. ബാക്കി വകുപ്പൊന്നുമില്ല. ഇനിയിപ്പോൾ CBIയുടെ കയ്യിൽ പോകുമ്പോൾ അവർ 302 ഇട്ടാലിട്ടു. ഇവർക്ക് ആകെയുള്ളൊരു ആയുധം 153A ആണ് കേരള പോലീസിന്. ഇത് പിണറായി വിജയൻ മറ്റെല്ലാവർക്കുമെതിരെ ഉപയോഗിക്കുകയും അതേസമയം അദ്ദേഹത്തിന് അത് ബാധകമല്ല, ഞാൻ വലിയ മതേതരനാണെന്ന് നടിക്കുകയും ചെയ്യും. നടിച്ചോളൂ, അതാണ് തെരഞ്ഞെടുപ്പ്. പക്ഷേ ഇവിടെ ഈ CAA വിരുദ്ധ പ്രസംഗത്തിൽ സ്ഥിരമായിട്ട് അല്ലല്ല, CAA വിരുദ്ധ പ്രസംഗത്തിൽ മുഖ്യമന്ത്രിയുടെ കേസുകൾ മറ്റ് CPM നേതാക്കളും നടക്കുകയില്ല. നിജേഷ്, ഞാൻ സ്നേഹം കൊണ്ട് പറയുകയാണ്, നടക്കുകയില്ല അത്. ശരി, ശ്രീ TG മോഹൻദാസ്, പക്ഷേ ഈ CAA വിരുദ്ധ സമരത്തിൽ എല്ലാവരും സംസാരിക്കുന്നതിൽ നിന്ന് വിഭിന്നമായിട്ട് മുഖ്യമന്ത്രി എന്തെങ്കിലും പറഞ്ഞോ? മലപ്പുറത്ത് പ്രത്യേകമായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? ഒരു ചട്ടലംഘനത്തിലേക്ക് പോകുന്ന രീതിയിൽ? ചട്ടലംഘനമാണോ അല്ലേ എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷനാണ് തീരുമാനിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ചട്ടം തന്നെ പാടില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല, ഈ സെക്യുലറിസം എന്ന് പറയുന്നത് ഭരണകൂടത്തിനുള്ളതാണ്, അല്ലാതെ പാർട്ടികൾക്കുള്ളതാണോ? എനിക്കറിയില്ല. ഒരുപക്ഷെ മറ്റാർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തരണം. പാർട്ടികൾക്ക് മതമാവാം, മതപ്രസംഗമാവാം. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തെരഞ്ഞെടുപ്പ് ചട്ടമുണ്ട് പ്രത്യേകം. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പോ അതിന് ശേഷമോ പാർട്ടികൾക്ക് മതമാകാമോ? ആകാം എന്നാണ് എൻ്റെ തോന്നൽ. കാരണം മുസ്ലിം ലീഗ് എന്നുള്ള പാർട്ടി പേരിൽ തന്നെ മതത്തിൻ്റെ പേരുള്ള പാർട്ടി. എങ്ങനെയാണ് അവർ പൊളിറ്റിക്കൽ പാർട്ടി നടത്തിക്കൊണ്ടു പോകുന്നത്? അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, ഒരു കമ്മീഷനും ഒരു വിഷമവും ഇല്ലല്ലോ. മുസ്ലിം ലീഗ് എന്നാണ് അവരുടെ പേര് തന്നെ. ബട്ട് അവർക്കൊരു കുഴപ്പമില്ല. അതേസമയം ഒരു ഹിന്ദു ലീഗ് ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം മഞ്ജുഷനെ വഴിയിൽ വെച്ച് തടഞ്ഞു തല്ലും, ഇല്ലേ? ബാക്കി ഈ പാനലിലിരിക്കുന്നവർ അയാൾ പോട്ടെ, അയാൾ ഒരു കിളവനല്ലേ എന്ന് വിചാരിക്കും. മഞ്ജുഷനെ പിടിച്ചു നിർത്തി വഴിയിൽ ചോദിക്കും, ഇതെന്ത് മര്യാദ എന്നൊക്കെ ചോദിക്കും. ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഗീയ വാക്കാണ്. ഇറ്റ് ഈസ് ഇൻഫ്രാഡിഗ്, കൊള്ളില്ലാത്ത. ഹിന്ദു എന്ന് പറയുന്നത് തന്നെ ഒരു തെറിവാക്കല്ലേ ഇപ്പോൾ കേരളത്തിൽ? മോശമാണ് ഹിന്ദു എന്ന് പറയുന്നത്. അതുകൊണ്ട് ആരും തന്നെ ഞാൻ ഹിന്ദുവാണ്, എന്നെപ്പോലെ വല്ല വട്ടന്മാരും പറയുന്നുള്ളതല്ലാതെ ആർക്കും ധൈര്യമില്ല ഹിന്ദു എന്ന് പറയാൻ. തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ മതങ്ങളെ അടുപ്പിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ വന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോക്കിയിരിക്കാൻ കഴിയുകയില്ലല്ലോ. അത്തരത്തിലുള്ള നടപടികളും കമ്മീഷന്റെ ഭാഗത്ത് ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇല്ല, ഞാൻ പറയുന്നത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗിനെതിരെ വെറും ആ പേരിൻ്റെ പേരിൽ നടപടി ഉണ്ടാവണം, വേണ്ടേ? അതുണ്ടാകുന്നില്ലല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനു മുമ്പ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന തമാശ, അന്ന് ടിക്കാറാം മീണ ആണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. അദ്ദേഹം പറഞ്ഞു ദൈവത്തിൻ്റെ പേര് ഉപയോഗിച്ചുകൂടാ. ഭയന്നു പോയി എല്ലാവരും. പാവം സുരേഷ് ഗോപി ഒരു സ്റ്റേജിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കാൻ പോയി, ആ ശ്വാസം അങ്ങോട്ടെടുക്കലും നിർത്തിക്കളഞ്ഞു. പക്ഷേ എല്ലാവർക്കും മനസ്സിലായി സ്വാമിയെ ശരണമയ്യപ്പ വിളിക്കാനാണ് പോയതെന്ന്. അങ്ങനെ ശ്വാസം മുട്ടിച്ച ടിക്കാറാം മീണ രാജസ്ഥാനിൽ പോയിട്ട് കോൺഗ്രസ്സിൽ ചേർന്നു. ഇതാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ മതേതരത്വം. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല, ദൈവത്തെ വിളിക്കാൻ പാടില്ലേ? എൻ്റെ ദൈവമേ എന്നൊരു സ്ഥാനാർത്ഥി വിളിച്ചു പോയെന്ന് വയ്ക്കുക ഒരു പ്രസംഗത്തിൽ, ഉടനെ അയാൾ കൊള്ളില്ലാത്തനാകുക. നിങ്ങൾക്ക് ഒരു ഭരണകൂടത്തെ നിങ്ങൾക്ക് സെക്യുലറാക്കാം,
പാർട്ടികളെയും വ്യക്തികളെയൊക്കെ നിങ്ങൾ സെക്യുലറാക്കുന്നത് എന്ത് മര്യാദയാണ്? ഞാൻ എൻ്റെ വീട്ടിൽ സെക്യുലറായിരിക്കണം എന്നൊക്കെ പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ട്. വ്യക്തിപരമായ ഒരു മൂല്യമായിട്ട് സെക്യുലറിസം മാറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഒന്നുകിൽ ഞാൻ അമ്പലത്തിൽ പോകാതിരിക്കണം, അല്ലെങ്കിൽ മോസ്കിലും ചർച്ചിലും കൂടെ പോകണം. ഈ രണ്ടർത്ഥമല്ലേ വരുന്നത്? ഇതൊക്കെ ഭോഷ്കാണ്. ശരി, ശ്രീ എം ജയചന്ദ്രൻ ടി ജി പറഞ്ഞ ഒരു പരാമർശം, ഇത്തരം മലപ്പുറത്ത് നടത്തിയ പോലുള്ള പ്രസംഗം മറ്റാരെങ്കിലുമാണ് നടത്തിയിരുന്നതെങ്കിൽ അവിടെ നടപടിയെടുക്കാൻ കേരള പോലീസ് ഉണ്ടാകുമായിരുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്തെന്ന്. അതെ എങ്ങനെ? അതെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അല്ല, മലപ്പുറത്ത് ഇങ്ങനെയൊരു പ്രസംഗം മറ്റുള്ളവരാരെങ്കിലും നടത്തിയിരുന്നുവെങ്കിൽ, ഏതാണ് മലപ്പുറത്തോ അല്ലെങ്കിൽ മറ്റെവിടെയും ഈ രീതിയിലുള്ള പ്രസംഗം നടത്തുന്നത് മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ അവിടെ കേരള പോലീസ് നടപടിയെടുക്കുമായിരുന്നു. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. എന്ത് നടപടിയെടുക്കും? കേസെടുക്കും. മതസ്പർദ്ധ ഉണ്ടാക്കിയ അതെ അതെ അതെ, അല്ലെങ്കിൽ ഗൂഢാലോചന. അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് ആരോപിക്കാം എന്നുള്ളതേ ഉള്ളൂ. അല്ല, അതാ നിങ്ങൾക്ക് അങ്ങനെ ആരോപിക്കാം. ഇപ്പം ഇന്ത്യയിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പ്രത്യേകം നിയമപരിരക്ഷയുള്ള രാജ്യമാണല്ലോ. അപ്പോൾ അങ്ങനെ പിണറായി വിജയൻ്റെ പോലീസ് അങ്ങനെ ചെയ്യില്ല എന്ന് ആരോപിക്കാം. പക്ഷേ എന്താണ് വസ്തുത? എന്താണ്? ഇതൊന്നുമല്ല, ഈ പറയുന്നതിനൊക്കെ അടിയിലാണല്ലോ യഥാർത്ഥ വസ്തുത കിടക്കുന്നത്. കഴിഞ്ഞ തവണ 2019 കേരളത്തിൽ UDF മാണി ഗ്രൂപ്പ് ഒന്നൊരുമിച്ചായിരുന്നു 19 സീറ്റ് കിട്ടി. കോട്ടയം മാണി ഗ്രൂപ്പോടെ ജയിച്ചു 19 സീറ്റായിരുന്നു. എന്തായിരുന്നു? ശബരിമലയായിരുന്നു. ശബരിമല ഒരു ഘടകം. പക്ഷേ വാസ്തവത്തിൽ കോൺഗ്രസിനാണ് ഒരു ക്ലീൻ സ്വീപ്പ് കിട്ടിയത്. പിന്നെ നരേന്ദ്രമോദിക്കെതിരായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് UPA വളരെ ആക്റ്റീവായിട്ട് രംഗത്ത് വരുന്നു. അപ്പോൾ കേരളത്തിലെ ഭൂരിപക്ഷ മതവിശ്വാസികളും ന്യൂനപക്ഷ മതവിശ്വാസികളും ഒന്നായി രാഹുൽ ഗാന്ധിയുടെ കാര്യങ്ങൾക്ക് ശക്തി പകരണം. അങ്ങനെ കോൺഗ്രസ്സിന് വൻ ഭൂരിപക്ഷം ലോക്സഭയിൽ നേടിക്കൊടുക്കണം. അതിനുള്ള നടപടി എന്നുള്ള നിലയ്ക്ക് അതിന് തങ്ങളെ കൊണ്ടാകാവുന്നത് എന്നുള്ള നിലയ്ക്കാണ് കേരളത്തിലെ വോട്ടർമാർ ചിന്തിച്ചതും പ്രവർത്തിച്ചതും കോൺഗ്രസ്സിന് മഹാഭൂരിപക്ഷം UDFന് കിട്ടിയതും. അത് ഒരു ഘടകമായി ശബരിമലയിലെ വോട്ടുകളുണ്ട്. NSSൻ്റെ സംസ്ഥാന സർക്കാരിനോടുള്ള നിശ്ചിതമായ എതിർപ്പുണ്ട്. അതൊക്കെ മറുഭാഗത്തുണ്ട്, നിഷേധിക്കാൻ കഴിയില്ല. പക്ഷേ പ്രധാനപ്പെട്ട വശം മറ്റേത് തന്നെയായിരുന്നു, പിന്നെ കോൺഗ്രസ്സിന് ഭൂരിപക്ഷം ലോക്സഭയിൽ ഉണ്ടാക്കുക എന്നുള്ളത്. എന്നിട്ട് കഴിഞ്ഞ 5 കൊല്ലം എന്തായിരുന്നു? പിന്നെ ഇന്ത്യയിൽ കേരളത്തിൽ ജയിപ്പിച്ചു വിട്ട MPമാരിൽ നിന്ന് ജനങ്ങൾക്ക് കിട്ടിയ അനുഭവം എന്തായിരുന്നു എന്നുള്ളത് ജനങ്ങളുടെ മുമ്പിൽ ഉണ്ടെന്നേ. ഇതേ വോട്ടർമാർ, അന്നുണ്ടായിരുന്ന വോട്ടർമാർ, പുതിയ വോട്ടർമാർ കുറച്ച് വർഷിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അന്നത്തെ വോട്ടർമാർ ഇന്നും ഉണ്ടല്ലോ. അവർക്കറിയാം തങ്ങൾക്ക് ലഭിച്ച അനുഭവം എന്താണെന്നുള്ളത്. ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതിൻ്റെ വെളിച്ചത്തിലാണ് അവർ ഇത്തവണ വോട്ടവകാശം വിനിയോഗിക്കാൻ പോകുന്നത്. അതാണ് പ്രധാനപ്പെട്ട ഈ ഇലക്ഷനിലെ പ്രധാനപ്പെട്ട മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ അതാണ്. അതിൻ്റെ കേന്ദ്ര ബിന്ദുവായി ഇപ്പോൾ കേരളത്തിൽ നിൽക്കുന്നത് പിന്നെ CAA വിരുദ്ധ സമരവുമാണ്. അതുകൊണ്ടാണല്ലോ BJP നേതാവ് KK സുരേന്ദ്രൻ ഇതിനെതിരെ, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തന്നെ ഇലക്ഷൻ കമ്മീഷന് കേസ് കൊടുക്കുന്നത്. ഇലക്ഷൻ കമ്മീഷന് കേസ് കൊടുക്കുമ്പോൾ മതമോ സമുദായമോ പറഞ്ഞ് അതിനെ പ്രീണിപ്പിച്ച് വോട്ട് പിന്നെ സമാഹരിക്കുന്ന ശ്രമം ഉണ്ടാവരുത് എന്നുള്ളതാണല്ലോ ഇലക്ഷൻ കമ്മീഷൻ്റെ ഗൈഡ് ലൈൻ. അങ്ങനെയാണല്ലോ പെരുമാറ്റച്ചട്ടത്തിൽ പറയുന്നത്. അപ്പോൾ ഈ സമുദായവും മതവും പറഞ്ഞ് വോട്ട് തട്ടാൻ പിണറായി വിജയൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം പക്ഷേ പരാതിയിൽ പറയുന്നുമില്ല. വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. വോട്ട് തട്ടാൻ ശ്രമിച്ചു എന്നുള്ള അല്ല പറയുന്നത്. സുരേന്ദ്രൻ്റെ പരാതിയിൽ അങ്ങനെയാണ് പറയുന്നത്. വോട്ട് പിന്നെ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതാ നാട്ടിലെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ധ്രുവീകരണം ഉണ്ടാക്കപ്പെട്ടെങ്കിൽ അതിൻ്റെ ഗുണഭോക്താവ് ആരാണ്? മലപ്പുറവും പൊന്നാനിയും പിന്നെ ലീഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നെടും കോട്ടകളായിട്ട് നിലകൊള്ളുന്ന 2 പാർലമെൻറ്റ് മണ്ഡലങ്ങളല്ലേ ഇപ്പോഴും മലപ്പുറവും പൊന്നാനിയും. അതേ മലപ്പുറം ജില്ലയിൽ നിന്നാണല്ലോ പിണറായി വിജയൻ ഇന്നലെ ഈ പ്രസംഗം നടത്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അവർക്ക് ലീഗിന് എന്താണ് പ്രതികരണം ഇല്ലാത്തത് കാര്യത്തിൽ? അങ്ങനെ ലീഗിൻ്റെ തട്ടകത്തിൽ നിന്ന് പിണറായി വിജയൻ ഇങ്ങനെ
ധ്രുവീകരണം ഉണ്ടാക്കാനാണ്, മുസ്ലിം വോട്ടുകളിൽ ധ്രുവീകരണം ഉണ്ടാക്കാനാണ് കേരള മുഖ്യമന്ത്രി CPM നേതാവായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രമിച്ചതെന്ന് ലീഗ് നേതാക്കളാരും പറഞ്ഞില്ലല്ലോ. അവരതിനെതിരെ ഇലക്ഷൻ കമ്മീഷൻ സമീപിച്ചില്ലല്ലോ. അപ്പം അങ്ങനെയല്ല, BJP നേതാവ് ആരോപിച്ച് ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചതുപോലെയല്ല വസ്തുത, യാഥാർത്ഥ്യം എന്നുള്ളത് മലപ്പുറം ജില്ലയിലെ എങ്കിലും ലീഗ് നേതാക്കന്മാർക്ക്, പാണക്കാട് അടക്കം ഉള്ളവർക്ക് അറിയാം. വസ്തുത അതല്ല. മുസ്ലിം ജനസാമാന്യത്തിനിടയിൽ പിണറായി വിജയൻ്റെ ഇന്നലത്തെ പ്രസംഗത്തിന് ആധികാരികമായ ഒരു മേൽക്കൈ ഉണ്ട് എന്നുള്ളത് അവർ പറയാതെ പറയുന്നു, പരോക്ഷമായി അംഗീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാണ്, അതൊരു വാലിഡ് പോയിന്റാണ് ശ്രീ നിജേഷ്. അത് ശരിയുമാണല്ലോ, പിണറായി വിജയന്റെ ഈ പ്രസംഗത്തോട് മുസ്ലിം ലീഗിന് യാതൊരു എതിർപ്പുമില്ല, നിങ്ങൾക്കും എതിർപ്പില്ല. പക്ഷെ നിങ്ങളുടെ വിഷയം മറ്റൊന്നതാണ്, ആത്മാർത്ഥതയില്ല എന്ന് പറയാം, അത്രയേ ഉള്ളൂ. അല്ല, ആത്മാർത്ഥതയില്ല എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പൗരത്വ സമരത്തിന് കേസ് പറഞ്ഞത്. ശ്രീ TG മോഹൻദാസ് ഞങ്ങളുടെ കേസ് പിൻവലിക്കാൻ ഇവിടെ ജയേന്ദ്രൻ പറഞ്ഞതിന് മറുപടി ആദ്യം കാരണം ലീഗിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. മലപ്പുറത്തെ ഏറ്റവും വലിയ ശക്തിയാണല്ലോ ലീഗ്, അവർക്ക് ആ ഒരു പ്രശ്നമില്ല. മുഖ്യമന്ത്രി പ്രസംഗിച്ചിട്ട് പോയതിൽ അവർക്കൊരു വിഷമവുമില്ല. അല്ല, കേരളത്തിലെ രാഷ്ട്രീയ വേദികൾക്കകത്ത് ഓരോ ആളുകളും പ്രസംഗിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ഉണ്ടായി. ഇത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, UDF-ന്റെ ചെയർമാൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കഴിഞ്ഞു. അതാണ് ഞങ്ങളുടെ നിലപാട്. ആ നിലപാട് ഇനി കൂടുതൽ എന്ത് പറയാനാ? വരും ദിവസങ്ങളിൽ അതേ മലപ്പുറത്ത് വെച്ച് അതേ വേദിയിൽ വെച്ച് ലീഗ് നേതാക്കൾ അതിന് മറുപടിയും കൊടുക്കും. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആ വിഷയം ഭരണഘടന തിരുത്തി എഴുതും എന്ന് BJP പറയുന്നതാണ്. ഈ ഭരണഘടന നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് തന്നെ പാർലമെന്റിലെ ആളുകളെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഏകപക്ഷീയമായി ബില്ല് പാസാക്കിയ, നിയമം പാസാക്കിയ BJP-ക്കെതിരാണ്. അതിനു വേണ്ടിയിട്ടാണ് വിശാല അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ചേരുന്നത്. ശരി, ഇനി TG പറഞ്ഞ കാര്യത്തിന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, നിങ്ങൾ സ്വപ്നം കണ്ടിരുന്നോ നിങ്ങളുടെ കേസുകൾ പിൻവലിച്ച് നിങ്ങളെ പിന്തുണയ്ക്കുമെന്ന്? അല്ല, ഞങ്ങൾ കേസ് പിൻവലിക്കുമെന്ന് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തതല്ല PG. ഞങ്ങളൊരു സമരം ചെയ്യാൻ പോകുമ്പോ ജയിലിൽ കിടക്കാൻ തയ്യാറായിട്ട് നിജേഷ് ഒരു സെക്കൻഡ്. ജയേന്ദ്ര സാർ എന്താണ് ഈ കേസിനെ പറ്റി ഒരു കാര്യം പറയാനുണ്ടെന്നേ? പറഞ്ഞോളൂ. പറയൂ. അല്ല, ഈ കേസ് ഇങ്ങനെ 65 കേസ് പിൻവലിച്ചിട്ടുള്ളൂ എന്ന് നിജേഷ് പറയുന്നത് അടിസ്ഥാനരഹിതമായ ഒരു അസത്യം തന്നെയാണെന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മാധ്യമസമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച് 2 ആഴ്ച മുമ്പ് പരസ്യമായി കേരളത്തോട് പറഞ്ഞത്. ഇനി അവശേഷിക്കുന്ന 65 കേസേ ഉള്ളൂ എന്നാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതങ്ങനെയല്ല എന്ന് പിന്നീട് ഇതുവരെ ഒരു കോൺഗ്രസ് നേതാവും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല, പ്രതിപക്ഷ നേതാവ് അടക്കം. ഇപ്പം ആദ്യമായിട്ടാണ് ഒരു കോൺഗ്രസ് നേതാവ് ചാനൽ ചർച്ചകളിൽ വരുന്ന നിജേഷ് അരവിന്ദ് ഇങ്ങനെ പറയുന്നതായിട്ട് ഞാൻ കേൾക്കുന്നത്. ഇത് ആദ്യമായിട്ടാണ്. ഇത്രയും ദിവസങ്ങളായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞതിനെതിരായിട്ട് പ്രതിപക്ഷ നേതാവ് അടക്കം ഒരു കോൺഗ്രസ് നേതാക്കളും അത് കണ്ടിച്ചിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ശ്രീ TG പറഞ്ഞൊരു കാര്യമുണ്ട് മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ട്. മുസ്ലിം ലീഗ് എന്നല്ല, ഏത് പാർട്ടിയും ഇന്ത്യയിൽ പ്രവർത്തിക്കണമെങ്കിൽ ജനപ്രാതിനിധ്യ നിയമം 1951 പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ ആക്ട്, അത് ഇലക്ഷൻ കമ്മീഷനാണ് അതിൻ്റെ ഉത്തരവാദിയും. അത് പ്രകാരം ഉള്ള നിബന്ധനകൾക്കകത്ത് നിന്നുകൊണ്ടല്ലാതെ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ കക്ഷിക്കും പ്രവർത്തിക്കാൻ കഴിയില്ലല്ലോ സർ. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഒരു UC രാമൻ ലീഗിൻ്റെ MLA ആയതും ഇപ്പോഴും ലീഗിൻ്റെ സംസ്ഥാന നിർവാഹക സമിതിയിൽ UC രാമൻ തുടരുന്നതൊക്കെ അതുകൊണ്ടാണല്ലോ. അത് അതിൻ്റെ അകത്ത് നമുക്ക് പറയാവുന്ന കൗശലങ്ങളുണ്ടാവാം, രാഷ്ട്രീയമായ മറ്റഭ്യാസങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ പറയാം. പക്ഷേ ആ നിയമം ഉള്ളതുകൊണ്ടാണ്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ആ നിയമം, ജനപ്രാതിനിധ്യ നിയമം ഉള്ളത് കൊണ്ട് തന്നെയാണ് UC രാമന് MLA ആകാൻ കഴിഞ്ഞത്. മുസ്ലിം ലീഗിനെ എല്ലാവർക്കും ബാധകമാണെന്നാണ് ഞാൻ പറയുന്നത്. നിജേഷ് മറുപടി. നിജേഷ്, ആ കേസുകൾ പിൻവലിച്ചതിനെ കുറിച്ചുള്ള മറുപടി. അതെ 26/3/2014 തിരുവനന്തപുരത്ത് ഇന്ന് പ്രതിപക്ഷ നേതാവ് നടത്തിയ പത്രസമ്മേളനം, നിങ്ങൾ മാധ്യമ പ്രവർത്തനമാണല്ലോ, നോക്കണം. അതിനകത്ത് അടിയിലെ വാചകം മാത്രം ഞാൻ വാദിക്കാം. 2019 835 കേസ് എടുത്തിട്ട് 65 കേസ് മാത്രം പിൻവലിച്ച് മറ്റു കേസുകൾ പിൻവലിക്കാതെ BJP-യെ സന്തോഷിച്ച ആളാണ് പിണറായി വിജയൻ. ഇതാ ഇന്നത്തെ പത്രസമ്മേളനം ഞാൻ ചാലഞ്ച് ചെയ്യുന്നു. 2019 കേസ്, ഞാൻ ഉൾപ്പെട്ട കേസ്, 4 ദിവസം ജയിലിൽ കിടന്ന കേസ്, 2.5 കൊല്ലം വിചാരണ നടത്തിയിട്ട് തെളിവില്ലാത്തതിന്റെ പേരിൽ ഞങ്ങളെ കുറ്റവിമുക്തരാക്കിയതാണ് മിസ്റ്റർ ജയചന്ദ്രൻ. ഞങ്ങളെ കുറ്റവിമുക്തർ അന്നിന്റെ ജഡ്ജി തന്നെ ചോദിച്ചു, 2000 രൂപയുടെ PDPP-ക്കാണോ 57 ആളുകളെ 4 ദിവസം ജയിലിലടച്ചത്? ആ ജയിലിലടച്ച പൈസ മതി, ഞങ്ങൾക്ക് ഭക്ഷണം തന്ന പൈസയല്ലേ ഉള്ളൂ എന്നാ ചോദിച്ചത്. കേസുകൾ ഇന്ന് ഇല്ലാതായി പോയത് വിചാരണ നടത്തിയിട്ടും ഫൈൻ അടച്ചിട്ടുമാണ്. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് പിൻവലിക്കും എന്നാണ്.
ഇരട്ടത്താപ്പാണ് കാണിച്ചത്. അതിനോടാണ് ഞങ്ങൾ ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയുണ്ട്, അപേക്ഷ തരൂ, ഞങ്ങൾ പിൻവലിക്കാൻ ശ്രമിക്കാം. 4 കൊല്ലം എവിടെയായിരുന്നു മുഖ്യമന്ത്രി? ഇതാ ഞങ്ങൾ ചോദിച്ചത്. ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ ശ്രീ ജയചന്ദ്രൻ, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കെതിരെ നിങ്ങൾ വലിയ സമരം ആളുകളാണല്ലോ. കേരളത്തിൽ എത്ര കേസെടുത്തു? കേരളത്തിൽ എത്ര കേസ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കെതിരെ എടുത്തു? എത്ര കേസെടുത്തു? ഞാൻ പറഞ്ഞില്ല, എന്റെ DCC പ്രസിഡന്റ്, KPC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജയിലിൽ കിടന്ന സമയത്ത് ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തിനെതിരെ കേസെടുത്തോ? കേസെടുത്ത് ആർക്കെതിരെയാ? മുസ്ലിം ലീഗുകാർക്കെതിരെ, കോൺഗ്രസുകാർക്കെതിരെ, മറ്റ് മുസ്ലിം മതസംഘടനകൾക്കെതിരെ, പൊതുപ്രവർത്തകർക്കെതിരെ. ഒറ്റ കമ്മ്യൂണിസ്റ്റുകാരും ഇല്ലായിരുന്നു, ഒറ്റ BJP കാരും ഇല്ലായിരുന്നു. നിങ്ങൾ സെയിൽ സോണിലായിരുന്നു. നിങ്ങൾ സമരം നടത്തി എന്ന് ഇതുപോലെയുള്ള പ്രഖ്യാപനങ്ങൾ സ്റ്റേജിൽ വെച്ച് നടത്തുന്ന അപ്പുറത്തേക്ക് ആത്മാർത്ഥമായി ജനങ്ങളുടെ ഇടയിൽ വന്ന് സമരം പറഞ്ഞതുപോലെ പിന്നെ CPM സംസ്ഥാന സർക്കാരിന് നിങ്ങളോടുള്ള വൈരാഗ്യം കൊണ്ടാവാം എന്ന് തന്നെ കരുതിക്കോളൂ. അതല്ലേ ഉള്ളൂ പറയാൻ ഉള്ളത്, അല്ലേ? നിങ്ങളെടുത്ത കേസ് അതല്ല, നിങ്ങൾ BJP പ്രീണിപ്പിക്കാൻ വേണ്ടി എടുത്ത കേസാ. പൗരത്വ സമരത്തിന് ഒരുമിച്ച് ചേർന്നാണ് സമരം ചെയ്തതെങ്കിൽ നിങ്ങൾ കേസെടുക്കാൻ പാടില്ലായിരുന്നു. മറ്റു മതസംഘടനകളായി ഇതുപോലെ നനഞ്ഞ പടക്കവുമായി എത്രയോ കാലമായി നടക്കാൻ തുടങ്ങിയത് വല്ല കാര്യമുണ്ടോ? നിങ്ങളുടെ വാക്ക് കേട്ടാറിയോ? മറുപടി പറ. ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ മറുപടി പറയാനേ പോവില്ല. മഞ്ജുഷ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ ഇത്രയെങ്കിലും പറഞ്ഞേ ഉള്ളൂ കേട്ടോ. ജയചന്ദ്രൻ, നിങ്ങളുടെ ഒന്നാമത്തെ നിലപാട് എന്തായിരുന്നു? കേസല്ല ഈ ചർച്ചയിലെ വിഷയം, ശരിയാണോ? രണ്ടാമത്തത് എന്താ? 800-അധികം കേസുകൾ പിൻവലിച്ചു. എന്താ പറയുന്നത്? ഞാൻ ഈ ഒറ്റ കോൺഗ്രസ് നേതാവും പറഞ്ഞില്ല, ഞാനല്ലാതെ ഒരാളും പറഞ്ഞില്ല. ഞാൻ പ്രതിപക്ഷ നേതാവിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം പറഞ്ഞപ്പോൾ നിങ്ങളത് പറഞ്ഞു. ശരിയാവുകയാണല്ലോ. ഈ കേസൊക്കെ പിൻവലിക്കുമെന്ന് നിങ്ങൾ വെറുതെ സ്വപ്നത്തിൽ കരുതിയോ? അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാവുകയില്ല. കാരണം നിങ്ങളുടെ കേസുകൾ പിൻവലിച്ചു തരാനല്ല സർക്കാർ ഇരിക്കുന്നത്. ഇങ്ങനെ പറയുമെന്നേ ഉള്ളൂ. മഞ്ജുഷ, ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് മലപ്പുറത്തും ഇന്നലെ കോഴിക്കോട്ടും പറഞ്ഞതുപോലെ എല്ലാ വേദികളിലും വന്ന്, പ്രത്യേകിച്ച് അന്ന് അദ്ദേഹം അഡ്രസ് ചെയ്ത മീറ്റിംഗിനകത്തുള്ള സംഘടനകളോട്, മുസ്ലിം സംഘടനകളോട്, സമസ്തയോട്, AP യോട്, മുജാഹിദിനോട്, ജമാഅത്ത് ഉൾപ്പെടെയുള്ള കോർഡിനേഷൻ കമ്മിറ്റിയോട് പറഞ്ഞു, പൗരത്വ സമരകാലത്തെ എല്ലാ സമരങ്ങളും, എല്ലാ കേസും ഞങ്ങൾ പിൻവലിക്കും. ഞങ്ങളോടല്ല പറഞ്ഞത്, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ വിചാരണ ചെയ്ത്, ഞങ്ങൾ പറഞ്ഞല്ലോ ജയിലിൽ കിടക്കാൻ തയ്യാറാണെന്ന്. അത് അദ്ദേഹം പാലിച്ചോ? ഏത് പാലിക്കാതെ ഇന്ന് വീണ്ടും ഒരു പുതിയ ആയുധവുമായി വന്നതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. ഒന്നുകിൽ മുഖ്യമന്ത്രി ആത്മാർത്ഥത കാണിക്കണം, പറഞ്ഞ വാക്കിനോട് നീതി പുലർത്തണം. അത് പാലിക്കാൻ നിർഭാഗ്യവശാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നില്ല. ആരോ എഴുതി കൊടുക്കുന്ന വിഷയങ്ങൾ അതേപോലെ പറയുന്നതിനപ്പുറത്തേക്ക് ഒരാത്മാർത്ഥതയും ഈ സഭയിൽ വരത്തില്ല. കാരണം സ്വന്തം മകൾക്കെതിരെ വരാൻ പോകുന്ന കേസുകളെ അത് അദ്ദേഹം ഭയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, കോഴിക്കോട്ടെ പ്രസംഗം നേരിട്ട് കേട്ട സമയത്ത് ഒരു ഘട്ടത്തിൽ പോലും അമിത്ഷാക്കെതിരെയോ നരേന്ദ്രമോദിക്കെതിരെയോ പറയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. തുടക്കത്തിലും താങ്കൾ വരുന്നതിന് മുൻപും നിജേഷ് ഇക്കാര്യം പറഞ്ഞിരുന്നു. CAA-ക്കെതിരെ വലിയ വായിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നുണ്ടെങ്കിലും നരേന്ദ്രമോദിയുടെയോ അമിത്ഷായുടെയോ പേര് ഉപയോഗിക്കുന്നില്ല എന്ന്. പക്ഷെ അത് ലോജിക്കുള്ള കാര്യമാണോ? കാരണം CAA വിരുദ്ധ പ്രസംഗം എന്ന് പറയുമ്പോൾ തന്നെ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഒക്കെ എതിരെയുള്ള പ്രസംഗമാണല്ലോ. അത് പിന്നെ കോൺഗ്രസ്സുകാർ അത് ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? TG പറയണമല്ലോ, പറയണം. ഈ നിയമം പാസാക്കിയ, ഇന്ന് ഇലക്ട്രൽ ബോണ്ടിലൂടെ കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിച്ച നമ്മുടെ ഒരുപാട് കമ്പനികളോട് ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടാൻ നേതൃത്വം കൊടുത്ത ആഭ്യന്തരമന്ത്രി കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ നേതൃത്വം കൊടുത്ത പ്രധാനമന്ത്രിയൊക്കെ പേരെടുത്തു തന്നെ പറയണം, വിമർശിക്കണം, ആർജവമുണ്ടെങ്കിൽ. മോഹൻദാസ്, അങ്ങനെ നടക്കുന്നുണ്ടോ? എങ്ങനെ വിമർശിക്കാതെ പോകുന്നുണ്ടോ മുഖ്യമന്ത്രി? വിമർശിക്കാതെ പോകുന്നുണ്ട് മഞ്ജുഷ്. അതിലൊരു രാഷ്ട്രീയമുണ്ട്. നോക്കൂ, പിണറായി വിജയൻ്റെ പ്രസംഗത്തിൻ്റെ ഉദ്ദേശം എന്താ? അത് മുസ്ലിം കൺസോളിഡേഷനാണ്. ആ കൺസോളിഡേഷനോടെ CPM-ന് ലാഭം കിട്ടും എന്ന് അദ്ദേഹം വിചാരിക്കുന്നു. ആ സമയത്ത് നരേന്ദ്രമോദിയെ ആക്രമിക്കുക, അമിത്ഷായെ ആക്രമിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് ഒരു ഡൈവേർഷനാണ്. അവരെ വ്യക്തിപരമായിട്ട് ഈ ബില്ല് കൊണ്ടുവന്നത് അവരാണ്, അതുകൊണ്ട് അവരെ വേണം ഇത് എന്നൊക്കെ പറയുന്നതിൽ കഥയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ ശത്രു കോൺഗ്രസും മുസ്ലിം ലീഗുമാണ്, BJP അല്ല. മലപ്പുറത്ത് പിണറായി വിജയൻ്റെ ശത്രു ആരാ? കാസർഗോഡോ കോഴിക്കോടോ പിണറായി വിജയൻ്റെ ടാർഗറ്റ് ആരാ? മുസ്ലിം ലീഗും കോൺഗ്രസുമാണ്, അല്ലാതെ BJP അല്ല. അപ്പോൾ അതുകൊണ്ട് ഈ സംഗതി
മുസ്ലിം ലീഗിൻ്റെ വോട്ട് ബാങ്കിൽ നിന്ന് ചോർച്ചയുണ്ടാവാനും കോൺഗ്രസ്സിലിരിക്കുന്ന മുസ്ലിങ്ങളുടെ ഇടയിൽ ചിന്താക്കുഴപ്പമുണ്ടാക്കാനും ടാർഗറ്റ് ചെയ്ത് തയ്യാറാക്കിയ പ്രസംഗമാണ് പിണറായി വിജയൻ നടത്തുന്നത്. അപ്പോൾ ആ ടാർഗറ്റ് വിട്ടിട്ട് നരേന്ദ്രമോദി എന്ന ടാർഗറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പിണറായി വിജയൻ വിചാരിച്ച മുഖ്യ കാര്യം നടക്കില്ല. അതുകൊണ്ടാണ് അദ്ദേഹം അമിത്ഷായെയോ മോദിയെയോ വിമർശിക്കാതെ ഇതിൽ മാത്രം മുസ്ലിങ്ങളെ നിങ്ങളുടെ പ്രാണം പോകും, നിങ്ങളെ കപ്പൽ കയറ്റി സ്ഥലം വിടും, നിങ്ങൾക്ക് പാകിസ്ഥാനിൽ പോകേണ്ടി വരും, നിങ്ങൾ സൂക്ഷിക്കണം, ഇവർ ഭയങ്കര കുഴപ്പക്കാരാണ്, ഈ ബില്ലാണ് എല്ലാ കുഴപ്പത്തിനും കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു. അതിനിടയ്ക്ക് മോദി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫോക്കസ് പോകും. മോദി വേറൊരു ഫിഗറാണല്ലോ. CAA മാത്രമല്ല, ഒരുപാട് മഹാപാപങ്ങളും ഫാസിസവും ഒക്കെ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫാസിസ്റ്റിനെ കാണുന്നത് കേട്ടോ ഇന്ത്യയിൽ. അങ്ങനെ പേര് നരേന്ദ്രമോദി എന്ന. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ഈ ഫോക്കസ് അങ്ങ് പോകും. അതുകൊണ്ട് ഞാൻ ഈ നിജേഷ് കോൺഗ്രസ് ഈ കേരളത്തിൽ നടക്കുന്ന പൊളിറ്റിക്സ് മനസ്സിലാവുന്നില്ലേ? കേരളത്തിൽ കോൺഗ്രസ് മുഖ്യ ശത്രുവാണ് CPM-ൻ്റെ. അതുകൊണ്ട് നിങ്ങൾ എത്ര അമിത്ഷാ മോദി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും CPM നിങ്ങളെ ടാർഗറ്റ് ചെയ്യും. കേരളത്തിന് പുറത്ത് നിങ്ങളെ ടാർഗറ്റ് ചെയ്യില്ല, നിങ്ങളെ കെട്ടിപ്പിടിക്കും, കൈപൊക്കി ഫോട്ടോ എടുക്കും, ഒക്കെ ചെയ്യും. നിങ്ങൾ ഈ രാഹുൽ ഗാന്ധി തന്നെ കേരളത്തിൽ വന്നാലുണ്ടല്ലോ CPM-നെ ആക്രമിക്കില്ല. അത് ഈ വലിയ കൂട്ടുകെട്ടുള്ളത് കൊണ്ടോ അങ്ങനെയൊന്നുമല്ല, അദ്ദേഹത്തിന് എഴുതി കൊടുക്കുന്ന പ്രസംഗമാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ്സുകാർ ഒരുപക്ഷെ ദയ വിചാരിച്ചിട്ട് CPM-നെ ആക്രമിക്കേണ്ടപ്പ എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ CPM-ന് അതില്ല. നമ്പർ 2, ഇതിനകത്ത് BJP-യുടെ റിയാക്ഷനാണ് എനിക്ക് അത്ഭുതം. ഇപ്പോൾ ഈ കേസുകൾ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഈ കേസുകൾ പിൻവലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ സെഷൻസ് ജഡ്ജ് അംഗീകരിച്ചാലേ സർക്കാരിന് കേസ് പിൻവലിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ സർക്കാരിൻ്റെ കയ്യിലുള്ള സാധനമല്ല. ഒരിക്കൽ നിങ്ങൾ FIR ഇട്ട് കഴിഞ്ഞാൽ അത് ഒന്നുകിൽ കേസില്ല എന്ന് പറഞ്ഞ് FIR റെഫർ ചെയ്ത് ഇല്ലാതെയാക്കണം. അതല്ലെങ്കിൽ നിങ്ങൾ പിൻവലിക്കാനുള്ള അപേക്ഷ മജിസ്ട്രേറ്റിന് കൊടുത്തിട്ട് അത് ശരിയാണെന്ന് അദ്ദേഹം പരിശോധിച്ച് പലവിധ കേസുകൾ പിൻവലിക്കാൻ അവർ സമ്മതിച്ചിട്ടില്ലല്ലോ. നിയമസഭയിലെ അടിപിടി ഇവർ നടത്തി. എത്ര തവണ അവർ പിൻവലിക്കാൻ ശ്രമിച്ചു, സമ്മതിച്ചില്ല കോടതികൾ. അപ്പോൾ കോടതിയുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ കേസ് പിൻവലിക്കാൻ. സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്. ശരി, ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി ശ്രീ M. ജയചന്ദ്രൻ പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്തതിന്. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: മലപ്പുറത്ത് മുഖ്യമന്ത്രി മതം പറഞ്ഞ് വോട്ട് നേടാൻ ശ്രമിച്ചോ? ഉവ്വെന്ന് 74% പ്രേക്ഷകർ, ഇല്ല എന്ന് 22%, നിഷ്പക്ഷം 4%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.